നമസ്കാരം. വാർത്തയിൽ നിന്ന് ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രി കാണാത്തത് കോടതി കണ്ടപ്പോൾ പോലീസിന് ഉണരേണ്ടി വന്നു. ആലപ്പുഴയിൽ കരിങ്കൊടി കാട്ടിയവരെ തല്ലിച്ചതച്ച ഗൺമാനെയും സുരക്ഷാ ഉദ്യോഗസ്ഥനെയും ചോദ്യം ചെയ്യും. അനിൽ കള്ളിയൂരും സന്ദീപും തിങ്കളാഴ്ച ഹാജരാകണം. കേസ് അട്ടിമറിക്കാൻ നീക്കമെന്ന് പ്രതിപക്ഷ നേതാവ്. ക്ഷേമ പെൻഷൻ ലഭിക്കാത്തതിനെ തുടർന്ന് ഭിന്നശേഷിക്കാരൻ ആത്മഹത്യ ചെയ്തതിൽ പ്രതിഷേധം ശക്തം. കളക്ട്രേറ്റിന് മുന്നിൽ മൃതദേഹവുമായി പ്രതിഷേധിക്കാൻ കോൺഗ്രസ്. ജോസഫിന്റെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. മാത്യു കുഴൽനാടന് തിരിച്ചടി. ചിന്നക്കനാൽ റിസോർട്ടിലെ അധിക ഭൂമി സർക്കാർ ഏറ്റെടുക്കും. തഹസിൽദാരുടെ റിപ്പോർട്ട് കളക്ടർ അംഗീകരിച്ചു. ഒരിഞ്ച് പോലും ഭൂമി കയ്യേറിയിട്ടില്ലെന്ന് മാത്യു കുഴൽനാടൻ. മാസപ്പടി കേസിൽ കേന്ദ്ര നിലപാട് അറിയിക്കാത്തതിൽ ഹൈക്കോടതിക്ക് അതൃപ്തി. SFIO അന്വേഷണം വേണമോ എന്നതിൽ തീരുമാനം അറിയിക്കണം. കേന്ദ്രത്തിനും KSIDCക്കും സാവകാശം നൽകി കോടതി. വയനാട്ടിൽ വീണ്ടും കടുവാ ഭീതി. മുടക്കൊല്ലിയിലും ചെതലയത്തും കടുവാ സാന്നിധ്യം. ജനവാസ കേന്ദ്രത്തിലിറങ്ങിയ കരടിക്കായി തെരച്ചിൽ തുടരുന്നു. പനമരത്ത് കരടിയെത്തിയ CCTV ദൃശ്യം പുറത്ത്. ആറ്റിങ്ങലിൽ കടകംപള്ളി സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കാൻ CPM. മണ്ഡലം തിരിച്ചുപിടിക്കാൻ ശക്തനായ സ്ഥാനാർത്ഥി വേണമെന്ന് ജില്ലാ നേതൃത്വം. ത്രികോണ പോരാട്ടത്തിന് വേദിയാകാൻ മണ്ഡലം. ലീഗിന്റെ LDF പ്രവേശന സാധ്യത തള്ളി KT ജലീൽ. രാഷ്ട്രീയ പ്രശംസകൾ മുന്നണി ക്ഷണമായി കാണേണ്ടതില്ല. ഭരിക്കുന്ന ഒരു പാർട്ടി ചെയ്യുന്ന കാര്യങ്ങളിൽ ശരിയുണ്ട് എന്ന് പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടി പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഭരിക്കുന്ന പാർട്ടിക്ക് നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ നേതാക്കന്മാർ പ്രതിപക്ഷത്തുള്ള പാർട്ടികളുടെ നേതാക്കന്മാരെയും പാർട്ടിയെയും ഒരുപക്ഷെ പ്രശംസിച്ചു എന്ന് വരും. അത് തികച്ചും രാഷ്ട്രീയമാണ്. അല്ലാതെ പുതിയ ഒരു രാഷ്ട്രീയ സഖ്യത്തിന്റെ നാന്ദിയായി ആരും അതിനെ ദുർവ്യാഖ്യാനം ചെയ്യേണ്ടതില്ല. രാമക്ഷേത്രം കേരളത്തിൽ BJPക്ക് തിരിച്ചടിയാകുമെന്നും ജലീൽ ന്യൂസ് 18നോട്. ഇന്ത്യ മുന്നണിക്ക് തിരിച്ചടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബംഗാളിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് മമതാ ബാനർജി. കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കില്ല. ഭാരത് ന്യായ് യാത്ര നാളെ ബംഗാളിൽ പര്യടനം നടത്താനിരിക്കെ പ്രഖ്യാപനം. വാർത്തയിലേക്ക് വിശദമായി. ക്ഷേമ പെൻഷൻ ലഭിക്കാത്തതിനെ തുടർന്ന് ഭിന്നശേഷിക്കാരൻ ആത്മഹത്യ ചെയ്തതിൽ പ്രതിഷേധം ശക്തം. മൃതദേഹവുമായി കളക്ട്രേറ്റിന് മുന്നിൽ പ്രതിഷേധിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. കോഴിക്കോട് ചക്കിട്ടപ്പാറ സ്വദേശിയായ ജോസഫ് ഇന്നലെയാണ് ആത്മഹത്യ ചെയ്തത്. മരണപ്പെട്ട ഒരു മൃതദേഹത്തോട് പോലും മാന്യത കാണിക്കാൻ കഴിയാതെ ക്രൂരത കാണിക്കുന്നവരായി ഇവർ മാറിയോ? ഇവർക്ക് എന്ത് സംഭവിച്ചിരിക്കുന്നു? ഈ അധികാരം ഇവരെ അന്ധന്മാരാക്കി മാറ്റിയിരിക്കുന്നു. പെൻഷൻ കിട്ടാതെ ചരമക്കുറിപ്പ് എഴുതിയിട്ടാണ് മരണപ്പെട്ടിട്ടുള്ളത്, ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. പെൻഷന്റെ പേര് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്ന ഇവര് എന്നിട്ട് ഇപ്പൊ പറയുന്നത് പ്രചരിപ്പിക്കുന്നത് ഇതാ. പഞ്ചായത്ത് പ്രസിഡന്റ്, ഇതൊരു പഞ്ചായത്തിന്റെ വിഷയമാണോ? സർക്കാർ കേരളത്തിൽ പെൻഷൻ നൽകുന്നില്ല. ആ പെൻഷൻ ലഭിക്കാത്ത പാവപ്പെട്ടവരുടെ പ്രതിനിധിയാണ്. ഇനി ഇങ്ങനെ ഒരു മരണം കേരളത്തിൽ സംഭവിക്കാൻ പാടില്ല. MS അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരുകയാണ്. അനീഷ്, മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ശക്തമായ പ്രതിഷേധത്തിനാണ് കോൺഗ്രസിന്റെ നീക്കം. കളക്ട്രേറ്റിന് മുന്നിലുള്ള പ്രതിഷേധം എപ്പോൾ ആരംഭിക്കും? എന്തൊക്കെയാണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ? രേണുക, ജോസഫിന്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് ഇപ്പോൾ കളക്ട്രേറ്റിന് മുൻവശത്ത് എത്തിയിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അല്പസമയം മുമ്പാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകിയത്. ഇതിനുശേഷം കോൺഗ്രസ് പ്രവർത്തകർ, ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ, DCC പ്രസിഡന്റ് അടക്കമുള്ളവർ ചേർന്നാണ് മൃതദേഹം ഏറ്റുവാങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ കളക്ട്രേറ്റ് പടിക്കലേക്ക് മൃതദേഹം കൊണ്ടുവന്നിരിക്കുന്നു. ആംബുലൻസിലാണ് മൃതദേഹമുള്ളത്. അത് പുറത്തേക്ക് ഇറക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാവുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ അദ്ദേഹത്തിന്റെ മരണത്തിന് ഉത്തരവാദി സംസ്ഥാന സർക്കാരാണ്. സർക്കാരിന്, പ്രത്യേകിച്ചും പഞ്ചായത്ത് സെക്രട്ടറിക്കും പോലീസിനും കളക്ടർക്കടക്കമുള്ളവർക്കും കത്തയച്ചിട്ടും യാതൊരു പോംവഴിയും ഉണ്ടാവാൻ മാപ്പില്ല.
പെൻഷൻ കിട്ടാത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്ത ദിഗ്നായകരായ പാവപ്പെട്ടവരെ മൃതശരീരമാണിത്. ഇത് ആത്മഹത്യയല്ല, ഇത് കൊലപാതകമാണ്. കൊല ചെയ്തത് കേരള സർക്കാരാണ്. ഇവിടെ നമുക്കറിയാം, പെട്രോളിനും ഡീസലിനും സെസ് പിരിക്കുന്നത് പെൻഷൻ കൊടുക്കാനാണ്. സെസ് പിരിച്ചു, പെൻഷനില്ല. ഇതൊരു ജോസഫ് അല്ല, ഒരുപാട് ജോസഫുകളുടെ പ്രതീകമാണ്. ആയിരക്കണക്കിന് ആളുകളാണ് ഇങ്ങനെ പെൻഷൻ കിട്ടാതെ വേദനയോടുകൂടെ കേരളത്തിൽ കഴിയുന്നത്. ഇവരെ കാണാൻ സർക്കാർ നേരമില്ല. ഇവിടെ പൌരപ്രമുഖന്മാർക്ക് നൽകിയ പ്രമാണ വർഷത്തിന് പണമുണ്ടെങ്കിൽ, ഇവിടെ നവകേരള സദസ്സിന് വെച്ച ഫ്ലക്സ് ബോർഡ് പണമുണ്ടെങ്കിൽ ഈ പെൻഷൻ കൊടുക്കാമായിരുന്നു. അതൊന്നും കൊടുക്കാതെ ധൂർത്തും അഴിമതിയും കൈമുതലാക്കിയ സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ പാവപ്പെട്ട ജോസഫിന് ആത്മഹത്യ ചെയ്യുന്നത്. ഞങ്ങൾ പറയുന്നു, ഇത് ആത്മഹത്യയല്ല, കൊലപാതകമാണ്. കൊലയാളി പിണറായി സർക്കാരാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസും UDF-ഉം ആവശ്യപ്പെടുന്നത് ഈ പാവപ്പെട്ട ജോസഫിന്റെ കുടുംബത്തിന്റെ സംരക്ഷണം സർക്കാർ ഏറ്റെടുക്കണം. ജോസഫിനെ ആശ്രയിച്ചു കഴിഞ്ഞ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ സംരക്ഷണം സർക്കാർ എടുക്കണം. ജോസഫിനും കുടുംബത്തിനും വീട് വെച്ചു കൊടുക്കണം. അതിന്റെ പ്രതിഷേധം ഇവിടെ വെച്ച് ആരംഭിക്കുന്നു. ബഹുമാനപ്പെട്ട MP MK രാഘവനും UML ജില്ലാ പ്രസിഡന്റ് റസാഖ് മാഷും 2 വാക്ക് പറഞ്ഞ ശേഷം മരിച്ചുപോയ കേരള സർക്കാരിന് ആദരവർപ്പിച്ചുകൊണ്ട് ഈ ഭരണകൂടത്തിന് മുമ്പിൽ റീത്ത് വെച്ചിട്ടാണ് നമ്മൾ പിരിയുന്നത്. മൃതലോകത്തിലുള്ള എല്ലാ ആദരവും പ്രകടിപ്പിച്ചുകൊണ്ട് സംസാരിക്കാൻ ബഹുമാനപ്പെട്ട MP സംസാരിക്കാൻ വേണ്ടി പ്രിയപ്പെട്ട UDF നേതാക്കൾ, മുസ്ലിം ലീഗിന്റെ ജില്ലാ അധ്യക്ഷൻ ഇസാഖ് മാഷ്, പ്രിയപ്പെട്ട DCC അധ്യക്ഷൻ പ്രവീൺകുമാർ, UDF നേതാക്കൾ, പ്രിയപ്പെട്ട സഹപ്രവർത്തക സുഹൃത്തുക്കളെ, വളരെ ദാരുണമായ ഒരു രംഗത്തിന് ഞാനും നിങ്ങളും സാക്ഷ്യം വഹിക്കുകയാണ്. ജീവിക്കാൻ മാർഗമില്ലാത്ത ഒരു കുടുംബത്തിന് നാഥൻ തനിക്ക് കിട്ടുന്ന പെൻഷൻ പ്രതീക്ഷ അർപ്പിച്ച് 5 മാസമായി കഴിയുന്നു. മരുന്ന് വാങ്ങാൻ പോലും കഴിയുന്നില്ല. നേരത്തെ DCC പ്രസിഡന്റ് പറഞ്ഞ പോലെ സ്വന്തം മകൾ, ഭിന്നശേഷിക്കാരിയ മകളെ ചികിത്സിക്കാൻ പോലും പണമില്ല, ആ ആനുകൂല്യം കിട്ടുന്നില്ല. സ്വാഭാവികമായും ജീവിക്കാൻ മാർഗമില്ലാതെ വന്നപ്പോൾ, പെൻഷൻ കിട്ടാതെ വന്നപ്പോൾ, മകൾക്ക് ലഭിക്കുന്ന പെൻഷൻ പോലും കിട്ടാതെ വന്നപ്പോൾ പിന്നെ മരണമാണ് ഉത്തമം എന്ന ഒരു രീതിയിലാണ് ജോസഫ് ആത്മഹത്യക്ക് ഇവിടെ ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ കേരളത്തിലെ ഗവൺമെന്റിന്റെ കെടുകാര്യസ്ഥതയുടെ പരാജയത്തിന്റെ ഏറ്റവും വലിയ തെളിവായി ഇത് കാണേണ്ടിയിരിക്കുന്നു. നൂറുകണക്കിന് ആളുകൾ കേരളത്തിൽ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന്റെ കാരണം കേരളം ഭരിക്കുന്ന ഗവൺമെന്റാണ്. ഈ ഗവൺമെന്റ് എത്രയോ വർഷമായി, എത്രയോ മാസമായി വിവിധ രംഗങ്ങളിലുള്ള പെൻഷൻകാർക്ക് പെൻഷൻ കൊടുക്കുന്നില്ല. നിങ്ങൾ ആലോചിക്കണം, ജീവിക്കാൻ മാർഗമില്ലാത്തവർക്ക് പെൻഷൻ കൊടുക്കുന്നില്ല. സമ്പൂർണമായി പരാജയപ്പെട്ട ഒരു ഗവൺമെന്റാണ്. ആ ഗവൺമെന്റിനായിട്ടുള്ള വികാരമാണ് ഇവിടെ ഞങ്ങൾ പ്രകടിപ്പിക്കാൻ തീരുമാനിച്ചത്. തീർച്ചയായും ഈ കുടുംബത്തെ ഏറ്റെടുക്കാൻ, സംരക്ഷിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ട് വരണം. അത് ഗവൺമെന്റിനോട് പ്രത്യേകമായി അഭ്യർത്ഥിക്കുന്നു, ആവശ്യപ്പെടുന്നു. നവംബർ 9 തീയതി ഈ കിടക്കുന്ന മനുഷ്യൻ കോഴിക്കോട് ജില്ലാ കളക്ടർക്കും കേരളത്തിലെ മുഖ്യമന്ത്രിക്കും പഞ്ചായത്ത് സെക്രട്ടറിക്കും പെരുവണ്ണാമൊഴി പോലീസിനും എനിക്ക് ജീവിക്കാൻ വഴിയില്ല, എന്റെ മകളും ഭിന്നശേഷിയാണ്, ഞാനും ഭിന്നശേഷിക്കാരനാണ്, 2 ഊന്നുവടിയിൽ താങ്ങിയാണ് അദ്ദേഹം സഞ്ചരിച്ച് ഇതൊക്കെ നേരിട്ട് നിവേദനം കൊടുക്കാൻ വേണ്ടി. പെൻഷൻ കിട്ടാത്തതിന്റെ പേരിൽ തുടർന്ന് പെൻഷൻ കിട്ടുന്നില്ലെങ്കിൽ
എനിക്ക് വേറെ മാർഗമില്ല എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തി എല്ലാ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലും പറഞ്ഞിട്ടും അത് ഒരു പരിഹാര മാർഗമില്ലാതെ വന്നപ്പം അവസാനത്തെ മാർഗമാണ് അദ്ദേഹം സ്വീകരിച്ചത്. ഇത് കേരളത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു ഭരണമാണ്. പെൻഷൻ ലഭ്യമല്ലാത്തതിന്റെ പേരിൽ ജീവൻ ഒടുക്കേണ്ടി വന്ന ഈ കുടുംബം ഇന്ന് മറ്റ് പെൻഷൻ കിട്ടാത്ത ആളുകൾക്ക് വേണ്ടി നടത്തിയ ഒരു പോരാട്ടത്തിന്റെ ആത്മഹത്യയായി മരണമായി ഞങ്ങളിതിനെ കാണുകയാണ്. പെൻഷൻ ലഭിക്കാത്ത 10,000-കണക്കിന് ആളുകൾ ഇന്നും ഇതുപോലെ പെൻഷന് വേണ്ടി കാത്തിരിക്കുന്നു. ഗവൺമെന്റ് ധൂർത്തും അഴിമതിയും സജ്ജനപക്ഷപാതവും ഇഷ്ടം പോലെ അവരെ സംബന്ധിച്ചിടത്തോളം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒന്നിനും ഒരു പഞ്ഞമില്ലല്ലോ. പക്ഷെ പാവപ്പെട്ടവന്റെ പെൻഷൻ പിടിച്ചുവെച്ച് ഇങ്ങനെ മരണത്തിലേക്ക് കൊണ്ടുപോകുന്ന ഗവൺമെന്റ് ഈ മരണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. ഈ മരണത്തിന്റെ ഉത്തരവാദി, ഇങ്ങനെ ഒരു മരണത്തിലേക്ക് ഇദ്ദേഹത്തെ നയിച്ചതിന്റെ ഉത്തരവാദപ്പെട്ട നേരത്തെ ഞാൻ സൂചിപ്പിച്ച ആളുകളാണ്. ഗവൺമെന്റ് കൃത്യമായി ഇടപെട്ടുകൊണ്ട് ഈ മരണത്തിന് കാരണമായവർക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് UDF അഭ്യർത്ഥിക്കാനുള്ളത്. അതോടൊപ്പം ഈ കുടുംബത്തെ പൂർണ്ണമായും ഏറ്റെടുത്ത പ്രഖ്യാപനം ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിന് ഐക്യജനാധിപത്യ മുന്നണി നേതൃത്വം നൽകും എന്നുകൂടി അറിയിച്ചുകൊണ്ട് ഈ കുടുംബത്തിനും നാടിനുമുണ്ടായിട്ടുള്ള വേദനയിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പങ്കുചേർന്നുകൊണ്ട് ആദരാഞ്ജലികൾ അർപ്പിച്ച് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. സർക്കാർ മരിച്ചിരിക്കുന്നു. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് UDF സർക്കാരിന് ആദരവ് അർപ്പിച്ചുകൊണ്ട് ജില്ലാ ആസ്ഥാനത്ത് മുമ്പ് റീത്ത് വെച്ച ശേഷം ഈ പ്രതിഷേധ പരിപാടി താൽക്കാലികമായി അവസാനിക്കും. ശ്രീ രാഘവട്ടും രസാഖ് മാഷും ഞങ്ങൾ ഒരുമിച്ച് കോൺഗ്രസിന്റെ പ്രതിഷേധമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർ സർക്കാർ മരിച്ചിരിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിഷേധ സജീവമായി റീത്ത് സമർപ്പിക്കാൻ പോവുകയാണ്. ഇതിനുശേഷം ഇപ്പോഴത്തെ ഈ പ്രതിഷേധ പരിപാടികൾ അവസാനിപ്പിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇതിനുശേഷം ഈ കുടുംബത്തെ സർക്കാർ ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധം ശക്തമായി തുടരുമെന്നാണ് പറയുന്നത്. ഭിന്നശേഷിക്കാരനായ ജോസഫിന്റെ മരണത്തിൽ അതിശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. ജില്ലാ ആസ്ഥാനത്ത് റീത്ത് സമർപ്പിക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തകർ. ശക്തമായ സമരം തുടരും എന്നതാണ് അവർ നൽകുന്ന സൂചന. MS അനീഷ് കുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ആലപ്പുഴയിൽ മുഖ്യമന്ത്രി സഞ്ചരിച്ച നവകേരള ബസിന് നേരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച മുഖ്യമന്ത്രിയുടെ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥനും നോട്ടീസ്. അനിൽ കല്ലിയൂരും സന്ദീപും ഹാജരാകുന്നതിനായി ആലപ്പുഴ സൗത്ത് പോലീസ് നോട്ടീസ് നൽകി. കേസെടുത്ത് 1 മാസത്തിന് ശേഷം തിരുവനന്തപുരത്ത് നേരിട്ടെത്തിയാണ് നോട്ടീസ് കൈമാറിയത്. അന്വേഷണത്തിൽ പോലീസ് ഒത്തുകളിക്കുന്നുവെന്ന് പരക്കെ ആക്ഷേപം നിലനിൽക്കെയാണ് നടപടി. നവകേരള സദസ്സ് ആലപ്പുഴ ജില്ലയിൽ പര്യടനം നടത്തിയ ഡിസംബർ 15-നാണ് യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർക്ക് ക്രൂരമർദ്ദനമേൽക്കുന്നത്. KSU ജില്ലാ പ്രസിഡന്റ് തോമസ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹി അജയ് എന്നിവർ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച ബസ് കടന്നുപോയപ്പോൾ ആലപ്പുഴ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ നിന്ന് കരിങ്കൊടി ഉയർത്തി മുദ്രാവാക്യം വിളിച്ചു. റോഡരികിൽ നിന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെ അരൂർ SIയുടെ നേതൃത്വത്തിൽ കസ്റ്റഡിയിലേക്ക് മാറ്റി. എന്നാൽ പിന്നാലെ വന്ന മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച വാഹനം നിർത്തുകയും അപ്രതീക്ഷിതമായി പുറത്തിറങ്ങി പ്രവർത്തകരെ ആക്രമിക്കുകയുമായിരുന്നു. അടിയേറ്റ് വീണുകിടന്നവരെ ഗൺമാൻ അനിൽ കല്ലിയൂർ, സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപ്, മറ്റു 2 സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്നിവർ വളഞ്ഞിട്ട് തല്ലി. നിയമം മറികടന്നുള്ള ഉദ്യോഗസ്ഥരുടെ അക്രമം വലിയ വിവാദമായെങ്കിലും മുഖ്യമന്ത്രി അറിഞ്ഞ ഭാവം പോലും നടിച്ചില്ലെന്ന് മാത്രമല്ല ഉദ്യോഗസ്ഥരെ ന്യായീകരിക്കുക കൂടി ചെയ്തു. സംഭവത്തിൽ പരാതിയുമായി തോമസും അജയും സൗത്ത് പോലീസിനെ സമീപിച്ചെങ്കിലും കേസെടുക്കാൻ തയ്യാറായില്ല.
പിന്നീട് കോടതി ഇടപെടലിനെ തുടർന്നാണ് അനിൽ, സന്ദീപ്, കണ്ടാലറിയാവുന്ന 2 സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്നിവരെ പ്രതി ചേർത്ത് പോലീസ് കേസെടുത്തത്. ആയുധം കൊണ്ട് ആക്രമിക്കുക, ഗുരുതരമായി പരിക്കേൽപ്പിക്കുക, അസഭ്യം പറയുക തുടങ്ങിയ വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. നടപടികൾ ആരംഭിച്ച് 1 മാസത്തിന് ശേഷമാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഉൾപ്പെടെയുള്ള പ്രതികൾ ഹാജരാകാൻ കഴിഞ്ഞ ദിവസം നോട്ടീസ് നൽകിയത്. തിരുവനന്തപുരത്ത് നേരിട്ടെത്തിയായിരുന്നു നടപടി. അക്രമത്തിൽ വിമർശനം പോലും ഉന്നയിക്കാത്ത മുഖ്യമന്ത്രി സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ഗുഡ് സർവീസ് എൻട്രി കൂടി നൽകിയ പശ്ചാത്തലത്തിൽ പ്രതികൾ തിങ്കളാഴ്ച ഹാജരാകുമോ എന്ന് വേണം കാത്തിരുന്നു കാണാൻ. ന്യൂസ് 18 ആലപ്പുഴ. മുഖ്യമന്ത്രിയുടെ ഗൺമാനെ അറസ്റ്റ് ചെയ്യാത്തത് നീതിന്യായ വ്യവസ്ഥയോടുള്ള വെല്ലുവിളിയെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. കേസ് അട്ടിമറിക്കാൻ നീക്കം നടക്കുന്നുവെന്നും സതീശൻ പാലക്കാട്ട് പറഞ്ഞു. നമ്മുടെ നാട്ടിൽ നീതിന്യായം ഉറപ്പുവരുത്തേണ്ട മുഖ്യമന്ത്രിയുടെ ഇടതുഭാഗത്തും വലതുഭാഗത്തും നിന്ന് നീതിന്യായ സംവിധാനത്തെ ഈ രണ്ടുപേരും വെല്ലുവിളിക്കുകയാണ്. അവർ വരുമെന്ന് നോക്കാം. ഒരു കാരണവശാലും അവരെ ആരെയും വെറുതെ വിടില്ല. കാരണം അവർ ചെയ്ത ക്രൂരതയ്ക്കും നിയമവിരുദ്ധമായ നടപടികൾക്കും നിയമപരമായി ഞങ്ങൾ പോരാടും എന്ന് പറഞ്ഞാണ്. നിയമപരമായി അവരുടെ പുറകെ ഞങ്ങളുണ്ട്. ഒരു കാരണവശാലും വെറുതെ വിടില്ല. അത്ര ക്രൂരതയാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരായിരുന്നുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ അവർ നടത്തിയത്. ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും വിടില്ല. ഞങ്ങൾ നോക്കുകയാണ്. നീതിന്യായ വ്യവസ്ഥിതിയെ അട്ടിമറിക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ വീണ്ടും കോടതിയെ ഞങ്ങൾ സമീപിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കുന്ന സംശയമില്ല. മാസപ്പടി കേസിലെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷനിൽ കേന്ദ്രം നിലപാട് അറിയിക്കാത്തതിൽ ഹൈക്കോടതിക്ക് അതൃപ്തി. SFIO അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ നിലപാട് അറിയിക്കാൻ കേന്ദ്ര സർക്കാരിനും KSIDCക്കും ഹൈക്കോടതി സാവകാശം നൽകി. SFIO അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഉപഹർജി ഹൈക്കോടതി അംഗീകരിച്ചില്ല. അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയിൽ SFIO അന്വേഷണം ആവശ്യം ഉന്നയിച്ചിട്ടില്ലെന്നും അതിനാൽ ആവശ്യം പരിഗണിക്കാനാവില്ലെന്നും കോടതി വ്യക്തമാക്കി. ഭേദഗതി ചെയ്ത ഹർജി നൽകിയാൽ ഇക്കാര്യം പരിഗണിക്കാമെന്നും കോടതി അറിയിച്ചു. നവമി ദിനേശിന്റെ റിപ്പോർട്ടിലേക്ക്. മുഖ്യമന്ത്രിയുടെ മകൾക്കും കമ്പനിക്കുമെതിരായ മാസപ്പടി ആരോപണത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണത്തിന് തടസ്സമില്ലെന്ന് ഹൈക്കോടതി അറിയിച്ചു. കേന്ദ്ര സർക്കാർ നിലപാട് അറിയിക്കാത്തതിൽ ഹൈക്കോടതി അതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തു. വിശദീകരണം നൽകാൻ 2 ആഴ്ചത്തെ സമയം വേണമെന്നാണ് കേന്ദ്രത്തിന്റെ ആവശ്യം. മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിലുള്ള ഈ കമ്പനിയിൽ മാസപ്പടി ഇടപാട് നടക്കുന്നുണ്ട്, അതിലൊരു അന്വേഷണം വേണമെന്നായിരുന്നു ഷോൺ ജോർജ് ഉപഹർജി നൽകിയിരുന്നത്. നിലവിലെ ഹർജിക്കാരന്റെ ആവശ്യപ്രകാരം കമ്പനിക്കകത്തുള്ള പ്രശ്നങ്ങൾ മാത്രമായിരിക്കും ഈ ഒരു അന്വേഷണത്തിൽ ഉണ്ടാകുക. കാരണം ഇത്തരത്തിലൊരു മാസപ്പടി പണം വാങ്ങിയെന്ന് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് 3 അംഗ സമിതി അന്വേഷിക്കണമെന്ന് കോർപ്പറേറ്റ് മന്ത്രാലയം ഉത്തരവിട്ടത്. 4 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ഉത്തരവിലുണ്ടായിരുന്നു. കമ്പനി നിയമത്തിലെ 210 വകുപ്പ് പ്രകാരമാണ് നിലവിൽ അന്വേഷണം നടക്കുന്നത്. ഈ വകുപ്പ് പ്രകാരമുള്ള ഒരു അന്വേഷണം കമ്പനി നിയമത്തിൽ മാത്രം ഒതുങ്ങുന്ന ഗൗരവം കുറഞ്ഞൊരു അന്വേഷണമായിരിക്കും എന്നാണ് ഷോണിന്റെ ആരോപണം. അതുകൊണ്ടാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കൃത്യമായിട്ടുള്ളൊരു അന്വേഷിക്കണം, ഇതിലൊരു സത്യാവസ്ഥ തെളിവ് പുറത്തേക്ക് കൊണ്ടുവരണമെന്നൊരു ആവശ്യം ഷോൺ ജോർജ് കോടതിയിൽ ഉന്നയിച്ചത്. എന്തായാലും ഇതിൽ കേന്ദ്രത്തിനൊരു കൃത്യമായിട്ടുള്ളൊരു നിലപാട് അറിയിക്കാൻ കേന്ദ്രത്തിന് ഇതുവരെയും സാധിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം ഈ ഹർജി പരിഗണിച്ചപ്പോൾ തന്നെ കോടതി കേന്ദ്രത്തിനോട് നിലപാട് ആരാഞ്ഞിരുന്നു. പക്ഷേ അന്വേഷണം വേണമോ വേണ്ടയോ എന്നതിൽ ഇതുവരേക്കും കേന്ദ്രത്തിന് നിലപാട് പറയാൻ കോടതിയിൽ കഴിഞ്ഞിട്ടില്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു സാവകാശം കൂടി വേണമെന്ന് കേന്ദ്രം ആവശ്യപ്പെട്ടത്. എന്തായാലും 2 ആഴ്ചയ്ക്കുള്ളിൽ വീണ്ടും ഹർജി പരിഗണിക്കുമ്പോൾ ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം വേണമെന്നും ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഫെബ്രുവരി 12-ന് ഹർജി വീണ്ടും പരിഗണിക്കും. നവമി ദിനേശിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. മാത്യു കുഴൽനാടൻ MLAക്ക് തിരിച്ചടി. MLAയുടെ ചിന്നക്കനാൽ റിസോർട്ടിൽ ഉൾപ്പെട്ടിട്ടുള്ള കയ്യേറ്റ ഭൂമി സർക്കാർ ഏറ്റെടുക്കും. തഹസിൽദാർ സമർപ്പിച്ച റിപ്പോർട്ട് കളക്ടർ അംഗീകരിച്ചു. 50 സെന്റ് ഭൂമി അധികമായി ഉണ്ടെന്നാണ് കണ്ടെത്തൽ. എന്നാൽ സ്ഥലം വാങ്ങുമ്പോൾ ഉണ്ടായിരുന്നതിൽ നിന്ന് 1 ഇഞ്ച് പോലും കൈവശം വെച്ചിട്ടില്ലെന്നാണ് മാത്യു കുഴൽനാടന്റെ പ്രതികരണം. റോഡിനോട് ചേർന്ന സംരക്ഷണ ഭിത്തി ഇടിഞ്ഞുപോയിരുന്നു. അത് ബലപ്പെടുത്തുക മാത്രമാണ് ചെയ്തതെന്നും മാത്യു കുഴൽനാടൻ പ്രതികരിച്ചു. എവിടെയെങ്കിലും ഒരു മതിൽ കെട്ടോ ഒരു അതിർത്തിയോ കാണണ്ടോ? അത് കാണില്ല. ഞാൻ പറയുന്ന പോയിന്റ്, ഈ സ്ഥലത്തിനുള്ളത് നാച്ചുറൽ ബൗണ്ടറിയാണ്. നാച്ചുറൽ ബൗണ്ടറി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ വെജിറ്റേഷൻ, ഇപ്പോൾ ഈ തേയില ഇങ്ങനെ നിൽക്കുന്നത് നിങ്ങൾക്ക് കണ്ടറിയാം. ഇതെല്ലാം ഒരു കാലഘട്ടത്തിൽ ഒന്നിച്ച് വെച്ചുപോയ തേയിലകളാണെന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ അപ്പുറം ഇതെവിടെ നിങ്ങൾക്ക് തേയില കാണാം, ഇവിടെ നിങ്ങൾക്ക് തേയില കാണാം. ഞാൻ ചോദിച്ചതനുസരിച്ച് 14 മുതൽ 20 വർഷം വരെ പഴക്കമുള്ള തേയിലയാണ് ഈ നിൽക്കുന്നതെന്ന് പറഞ്ഞു.
അതും നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം. അത് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പം ഞാൻ പറയുന്നത് ഈ സൈഡിൽ മതിലില്ല എന്നുള്ളത് അക്സെപ്റ്റബിൾ ആണല്ലോ. ഈ സൈഡിൽ മതിലില്ല. അപ്പം ഇതാണ് ഇതിൻ്റെ നാച്ചുറൽ ബൗണ്ടറി എന്ന് പറഞ്ഞത്. ഇങ്ങനെ കടന്നിട്ട് താഴത്തേക്ക് പോകുന്നു. ഇനി നമ്മളെ ബിൽഡിംഗ് ഒക്കെ നിൽക്കുന്ന പോർഷൻ അങ്ങേ സൈഡാണ്. വയനാട് പനമരം ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങിയ കരടിക്കായുള്ള തെരച്ചിൽ തുടരുന്നു. സന്ദർഭവും സാഹചര്യവും ഒത്തുവന്നാൽ മയക്കുവെടി വെച്ച് പിടികൂടാനാണ് വനംവകുപ്പിന്റെ ശ്രമം. കരടി പനമരത്തെത്തിയ CCTV ദൃശ്യവും പുറത്തുവന്നു. കഴിഞ്ഞ 3 ദിവസമായി ഭീതി പടർത്തിയ കരടി ഇന്ന് പുലർച്ചെ 4 മണിയോടെയാണ് പനമരം കീഞ്ഞിക്കടവിലെത്തിയത്. ഇതിനകം 50 കിലോമീറ്ററോളം ദൂരമാണ് കരടി പിന്നിട്ടത്. ഇന്നലെ രാത്രി കാരക്കാമല പ്രദേശത്ത് വീട്ടിൽ കയറുകയും ഒരു കട തകർക്കുകയും ചെയ്തു. കരടി ആദ്യമായിട്ടാണ് ഒരു മൃഗം ഈ ഭാഗത്തേക്ക് വന്ന് ജനങ്ങളൊക്കെ ഭീഷണി ആയിട്ടുള്ള ഇതാണ്. നമ്മൾ പണിക്ക് പോകലും രാവിലെ പണിക്ക് പോകലുണ്ട്. പിന്നെ എല്ലാവരും കൂലിപ്പണി ജീവിക്കുന്നവരാണ്. അപ്പോൾ നമുക്ക് ഭയങ്കര പേടിയാണ് പുറത്തിറങ്ങി ഇനിയിപ്പോൾ രാവിലെയൊക്കെ പണിക്ക് പോകാനൊക്കെ ഭയങ്കര പേടിയാണ്. ഇതിന് പിന്നാലെയാണ് ഇവിടെ നിന്ന് 7 കിലോമീറ്റർ അകലെയുള്ള പനമരം ടൗണിൽ കരടി എത്തുന്നത്. ടൗണിലെ ഒരു കടയിലെ CCTVയിലാണ് ദൃശ്യങ്ങൾ പതിഞ്ഞത്. ജനവാസ കേന്ദ്രത്തിൽ കരടി ഇറങ്ങി ദിവസങ്ങൾ പിന്നിട്ടെങ്കിലും ഇന്നലെയാണ് ആദ്യമായി നാട്ടുകാർ പകൽ വെളിച്ചത്തിൽ കരടിയെ കാണുന്നത്. മയക്കുവെടി വിദഗ്ധരും RRT അംഗങ്ങളും ഉൾപ്പെടുന്ന ദൗത്യസംഘം പനമരം പുഴയോരത്ത് തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. ജനവാസ കേന്ദ്രത്തിൽ കരടി ഇറങ്ങി 3 ദിവസം പിന്നിട്ടെങ്കിലും കരടിയെ പിടികൂടാൻ കഴിയാത്തതിൽ കടുത്ത ആശങ്കയിലാണ് പ്രദേശവാസികൾ. ന്യൂസ് 18 വയനാട്. വയനാട് വാകേരി മൂടക്കൊല്ലിയിൽ വീണ്ടും കടുവയുടെ ആക്രമണം. മൂടക്കൊല്ലി സ്വദേശി ശ്രീജിത്തിന്റെയും ശ്രീനേഷിന്റെയും ഉടമസ്ഥതയിലുള്ള പന്നിഫാമിലെ 2 പന്നികളെയാണ് കടുവ ആക്രമിച്ചു കൊന്നത്. ഇന്ന് പുലർച്ചെ കമ്പിവല തകർത്താണ് കടുവ ഫാമിൽ കയറിയത്. 1 മാസത്തിനിടെ 3 തവണയാണ് ഇതേ ഫാമിൽ കടുവയുടെ ആക്രമണം ഉണ്ടാകുന്നത്. നേരത്തെ 6 പന്നികളെയും 20 പന്നിക്കുഞ്ഞുങ്ങളെയും കടുവ കൊന്നിരുന്നു. വനംവകുപ്പ് ക്യാമറകളും 2 കൂടുകളും പ്രദേശത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. WWL39 എന്ന പെൺകടുവയാണ് ഫാമിലെത്തിയതെന്ന് വനംവകുപ്പ് നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു. ഈ കടുവ തന്നെയാണ് ഇന്നും ആക്രമിച്ചതെന്നാണ് അനുമാനം. കൂടുവെച്ചിട്ടും കടുവയെ പിടികൂടാനാകാതായതോടെ കടുവയെ മയക്കുവെടിവെച്ച് പിടികൂടണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ ഇരുളം ഫോറസ്റ്റ് സ്റ്റേഷൻ ഉപരോധിച്ചു. കഴിഞ്ഞ ദിവസം ചെതലയത്ത് പശുവിനെ കടുവ ആക്രമിച്ചിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പശ്ചിമ ബംഗാളിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് മമതാ ബാനർജി. കോൺഗ്രസുമായി സഖ്യം ഉണ്ടാക്കില്ലെന്നും മമതാ ബാനർജി വ്യക്തമാക്കി. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ന്യായ് യാത്ര ബംഗാളിൽ പര്യടനം ആരംഭിക്കാനിരിക്കെയാണ് മമതയുടെ പ്രഖ്യാപനം. অল ইন্ডিয়ায় কি করবো না করবো আপনার ইলেকশন ভাববো, আমরা সেকুলার পার্টি, আমরা বিজেপিকে হারানোর জন্য যা করা হবে। কিন্তু এখন কোনো চর্চা নেই, মিথ্যে কথা, অ্যাবসলিউটলি রং। মিথ্যেটা আমি বলবো না বলতে, অ্যাবসলিউটলি রং। কোনো কাগজ এটাকে নিয়ে পলিটিক্স করছে, এটা রং। আর একটা কথা বলে দেয়, কাজের চেপকে নিয়ে অনেকে পলিটিক্স করছে। ও তো জেলা পরিষদের সভাধিপতি আছে, আর ওকেও দুটো দায়িত্ব দেওয়া হচ্ছে নাটুকে দুটো। এত মিথ্যে কথা আপনারা কেন বলবেন, কেন লিখবেন? ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ അസമിലെ പര്യടനം ഇന്ന് അവസാനിക്കും. അസമിലെ ബാരപ്പെട്ട മുതൽ ഗൌരിപൂർ വരെയാണ് ഇന്നത്തെ യാത്ര. യാത്ര നാളെ പശ്ചിമ ബംഗാളിൽ പ്രവേശിക്കും. 7 ദിവസം യാത്ര ബംഗാളിൽ പര്യടനം നടത്തും. കഴിഞ്ഞ ദിവസം യാത്രയ്ക്കിടെ ഗുവാഹത്തിക്ക് സമീപമുണ്ടായ സംഘർഷത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. രാജ്യത്തെ ഏറ്റവും അഴിമതിക്കാരനായ മുഖ്യമന്ത്രിയാണ് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചിരുന്നു. അസം മുഖ്യമന്ത്രിയുടെ നിയന്ത്രണം അമിത്ഷായുടെ കയ്യിലാണ്. അമിത്ഷായ്ക്കെതിരെ എന്തെങ്കിലും പറയാൻ അയാൾ തുനിഞ്ഞാൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടുമെന്നും രാഹുൽ പരിഹസിച്ചു. यहाँ पे आपके चीफ मिनिस्टर 24 घंटा नफरत फैलाते हैं, डर फैलाते हैं, मगर बात वहां नहीं रुकती है। जैसे असम में नफरत फैलती है, डर फैलता है, आपके चीफ मिनिस्टर आपकी जमीन चोरी कर लेते हैं। आप पान खाओ, सुपारी का बिजनेस उसके अंदर उनका। आप सुबह उठो, वो नफरत फैलाते हैं, और जब आप इधर उधर देखते हो, आपके जेब में से खट पैसा निकाल के जाता है। तो ये इनका काम है। देश का सबसे भ्रष्ट चीफ मिनिस्टर,
ठीक है, काजीरंगा में जमीन ले ली। हाँ। अब आप वहां पे काजीरंगा जाओगे, राइनो देखने जाओगे, पता लगेगा चीफ मिनिस्टर की पूरी वहां पे जमीन है। മുസ്ലിം ലീഗിന്റെ LDF പ്രവേശന സാധ്യത തള്ളി KT ജലീൽ. മുസ്ലിം ലീഗ് ഇടതുപക്ഷത്തെത്താനുള്ള സാധ്യത കാണുന്നില്ല. ലീഗിന്റെ പല നിലപാടുകളും സർക്കാരിന്റെ നിലപാടും ചേരുമ്പോഴുള്ള പ്രതികരണമാണ് നേതാക്കൾ നടത്തുന്നത്. ആ പ്രശംസകൾ രാഷ്ട്രീയമാണ്. മുന്നണിയിലേക്കുള്ള ക്ഷണമായി അവയെ കാണേണ്ടതില്ലെന്നും KT ജലീൽ പറഞ്ഞു. ലീഗിന്റെ പല കാര്യങ്ങളിലെയും നിലപാട് ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ നിലപാടിന് അനുകൂലമായിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഭരിക്കുന്ന പാർട്ടിയുടെ നേതാക്കന്മാർ നടത്തുന്ന പ്രതികരണം എന്നതിനപ്പുറം അതിനെ കാണേണ്ടതില്ല. ലീഗുമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സഖ്യത്തിന്റെ ആരംഭമായിട്ട് അതിനെ വ്യാഖ്യാനിക്കേണ്ടതില്ല. ഭരിക്കുന്ന ഒരു പാർട്ടി ചെയ്യുന്ന കാര്യങ്ങളിൽ ശരിയുണ്ട് എന്ന് പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടി പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഭരിക്കുന്ന പാർട്ടിക്ക് നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ നേതാക്കന്മാർ അത്തരം പാർട്ടികളുടെ, പ്രതിപക്ഷത്തുള്ള പാർട്ടികളുടെ നേതാക്കന്മാരെയും പാർട്ടിയെയും ഒരുപക്ഷെ പ്രശംസിച്ചു എന്ന് വരും. അത് തികച്ചും രാഷ്ട്രീയമാണ്. അല്ലാതെ പുതിയ ഒരു രാഷ്ട്രീയ സഖ്യത്തിന്റെ നാന്ദിയായി ആരും അതിനെ ദുർവ്യാഖ്യാനം ചെയ്യേണ്ടതില്ല. UDFൽ ലീഗ് തുടരുന്നതിനെ വിമർശിച്ച് KT ജലീൽ. ലീഗിന് വേണമെങ്കിൽ സ്വന്തമായി നിന്നുകൂടെ എന്ന് ചോദിച്ച ജലീൽ, ഒറ്റയ്ക്ക് നിന്ന് നേടുന്ന 10 സീറ്റിന് കോൺഗ്രസിനൊപ്പം നിന്ന് ലഭിക്കുന്ന 15 സീറ്റിനേക്കാൾ മൂല്യമുണ്ടാകുമെന്നും പറഞ്ഞു. അധികാരമില്ലാതെ മുസ്ലിം ലീഗിന് ഏറെക്കാലം പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്നും ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിൽ KT ജലീൽ അഭിപ്രായപ്പെട്ടു. ലീഗിന് 2 സീറ്റ് ഒരുപക്ഷെ ലീഗ് ഒറ്റയ്ക്ക് മത്സരിച്ചാലും കിട്ടിയേക്കാം. കിട്ടുമെന്നല്ല ഞാൻ പറയുന്നത്, കിട്ടിയേക്കാം. എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ലീഗ് എത്ര കാലമായി 2 സീറ്റുമായിട്ട് പോകുന്നു? ലീഗിന് അർഹതപ്പെട്ട മൂന്നാമത്തെ ഒരു സീറ്റ്, ലോക്സഭാ സീറ്റ് പോലും അവർക്ക് കോൺഗ്രസിൽ നിന്ന് ബാർഗെയിൻ ചെയ്ത് നേടിയെടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള വിജയമാണോ പരാജയമാണോ അത് വ്യക്തമാക്കുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങളെ ആസ്പദിച്ചാണ് ഇടതുപക്ഷ നേതാക്കന്മാർ പറയുന്നത്. ലീഗിന്റെ ശക്തിക്കനുസരിച്ചിട്ടുള്ള ഒരു അംഗീകാരം UDFൽ കിട്ടുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. ആ ബോധ്യമാണ് ഇടതുപക്ഷ നേതാക്കൾ പറയുന്നത്. രാമക്ഷേത്ര പ്രചരണം BJPക്ക് സംസ്ഥാനത്ത് തിരിച്ചടിയാകുമെന്നും KT ജലീൽ. BJPക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് വിഹിതം കുറയും. V മുരളീധരന് കേരളത്തിൽ നിന്ന് ജയിക്കാൻ കഴിയില്ലെന്നും സുരേഷ് ഗോപി മായാലോകത്ത് ജീവിക്കുകയാണെന്നും KT ജലീൽ ആരോപിച്ചു. BJPക്ക് കേരളത്തിൽ ഒരു സാധ്യതയും ഇല്ല. BJPക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉള്ള സീറ്റും പോവുകയാണ് ചെയ്തത്. അവരുടെ ഈ രാമക്ഷേത്ര പ്രചരണം കൊണ്ട് കേരളത്തിൽ അവർക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ട് പോലും കിട്ടാനുള്ള സാധ്യതക്ക് മങ്ങലേൽക്കുകയാണ് സംഭവിക്കുന്നത്. ഏതെങ്കിലും ഒരു ആരാധനാലയം തകർത്ത് ആ സ്ഥാനത്ത് വേറൊരു ആരാധനാലയം പണിയുക എന്നുള്ളത് ശ്രീരാമഭക്തർ, യഥാർത്ഥ ശ്രീരാമഭക്തർ അത് താല്പര്യപ്പെടുന്നവരല്ല. ശ്രീരാമനെ ഒരു വിൽപ്പനച്ചരക്കാക്കുന്നു എന്ന് പറയുന്നത് മറ്റാരുമല്ല, കേരളത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട കഥാകാരൻ, എഴുത്തുകാരൻ T. പത്മനാഭനാണ്. അങ്ങനെ ചിന്തിക്കുന്ന എത്രയോ മനുഷ്യർ നമ്മളുടെ നാട്ടിലുണ്ട്. മതം വിറ്റ് വോട്ടാക്കാനുള്ള BJPയുടെ നീക്കങ്ങളെ അവർ എന്ത് വില കൊടുത്തും ചെറുക്കും. വിശ്വാസ്യതയുള്ള ഒരു നേതാവിനെ ഒരു തെരഞ്ഞെടുപ്പിൽ ഇറക്കാൻ BJPയുടെ കയ്യിലുണ്ടോ? ഇല്ലെന്നുള്ളതല്ലേ വസ്തുത, യാഥാർത്ഥ്യം. കേന്ദ്രമന്ത്രിയായിട്ടുള്ള മുരളീധരൻ ഇവിടെ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചിട്ടുണ്ടോ? അദ്ദേഹം ഇവിടെ മത്സരിച്ച് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കട്ടെ, അല്ലെങ്കിൽ ലോക്സഭയിലേക്ക് അദ്ദേഹം മത്സരിക്കട്ടെ. ധൈര്യമുണ്ടോ BJPക്ക്? 5 കൊല്ലം കേന്ദ്രമന്ത്രിയായ ഒരാളെ, കേരളത്തിന് വേണ്ടി അനർഘങ്ങളായിട്ടുള്ള സംഭാവനകൾ ചെയ്തു എന്ന് അവകാശപ്പെടുന്ന നേതാവിനെ കേരളത്തിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിർത്തി ജയിപ്പിക്കാൻ അവർക്ക് കഴിയുമെങ്കിൽ അവർ ചെയ്യട്ടെ. ഐ ചലഞ്ച് ദം. സാധിക്കില്ല അവർക്ക്. അദ്ദേഹത്തെ മഹാരാഷ്ട്രയിൽ നിന്ന് വീണ്ടും രാജ്യസഭാ മെമ്പർ ആക്കാനാണ് അവർ നോക്കുന്നത്. അപ്പൊ കേരളത്തിൽ ഒരാളെ ഇറക്കി ജയിപ്പിക്കാൻ അവർക്ക് കഴിയുന്നില്ല. സുരേഷ് ഗോപിക്ക് രാഷ്ട്രീയം എന്താണ് എന്ന് അറിയില്ല. അദ്ദേഹത്തിന്റെ ഏതോ ഒരു മായാലോകത്താണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് ത്യാഗത്തിന് തയ്യാറായാലേ ഇന്ത്യ മുന്നണിക്ക് വിജയിക്കാൻ കഴിയൂ എന്നും KT ജലീൽ പറഞ്ഞു. നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസിന് തിരിച്ചുവരവ് അസാധ്യമാണ്.
ശരിയാം വിധം പ്രചരണം നടത്തിയാൽ രാമക്ഷേത്രം മുന്നിൽ നിർത്തിയുള്ള പ്രചാരണത്തെ മറികടക്കാമെന്നും കെ ടി ജലീൽ അഭിപ്രായപ്പെട്ടു. പരസ്പരം വിശ്വാസം ഉണ്ടാകുന്നത് ഓരോ സംസ്ഥാനത്തും അതത് പാർട്ടികൾക്ക് ഉള്ള ശേഷിയും കരുത്തും മുന്നണിയുടെ നേതൃത്വത്തിലിരിക്കുന്നവർ തിരിച്ചറിയുമ്പോഴാണ്. അങ്ങനെ തിരിച്ചറിയാൻ കോൺഗ്രസിന് സാധിക്കാതെ പോകുന്നതാണ് പലപ്പോഴും ഒരു പെട്ടിയിൽ വീഴേണ്ട വോട്ടുകൾ വ്യത്യസ്ത പെട്ടികളിൽ വീഴുന്ന സ്ഥിതി ഉണ്ടാക്കുന്നത്. ഒരു നിയോജക മണ്ഡലത്തിൽ ഒരു പാർട്ടി മത്സരിക്കണമെന്ന് തീരുമാനിക്കുമ്പോൾ ആ നിയോജക മണ്ഡലത്തിലെ പ്രബലമായിട്ടുള്ള ഒരു പാർട്ടി ആവണം അത് എന്ന ഒരു വ്യവസ്ഥ പൊതുവിൽ അംഗീകരിച്ചാൽ മാത്രമേ കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണെങ്കിലും മറ്റേത് പാർട്ടികളുടെ നേതൃത്വത്തിലാണെങ്കിലും BJPക്ക് വിരുദ്ധമായ ഒരു സർക്കാർ ഇന്ത്യയിൽ അധികാരത്തിൽ വരാൻ സാധ്യതയുള്ളൂ. എല്ലാ പ്രാദേശിക പാർട്ടികളെയും വിശ്വാസത്തിലെടുക്കുകയും അവരുടെ കരുത്തിനും ശക്തിക്കുമനുസരിച്ച് അതത് സംസ്ഥാനങ്ങളിൽ അവർക്ക് പ്രാതിനിധ്യം നൽകുകയും വേണം. കോൺഗ്രസ് വാർഡ് തലം മുതൽ പാർലമെന്റ് തലം വരെ അവർക്ക് മത്സരിക്കണം, അവർക്ക് സീറ്റ് കിട്ടണം എന്നുള്ള നിലയിൽ നിന്നാൽ ഒരിക്കലും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരാൻ വേണ്ടി പോകുന്നില്ല. ത്യാഗത്തിന്, സാക്രിഫൈസിന് കോൺഗ്രസ് തയ്യാറാവണം. കെ ടി ജലീലുമായി CB അനുമോദ് നടത്തിയ അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം ഇന്ന് രാത്രി 9:30 കാണാം. ഇടതുപക്ഷത്തിന് ശക്തമായ അടിത്തറയുള്ള ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം തിരിച്ചുപിടിക്കാൻ മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ മത്സരിപ്പിക്കാൻ ആലോചന. സിറ്റിംഗ് MP അടൂർ പ്രകാശിനെ നേരിടാൻ ശക്തനായ സ്ഥാനാർത്ഥി വേണമെന്നാണ് CPM ജില്ലാ നേതൃത്വത്തിന്റെ പൊതുവികാരം. CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി V. ജോയിയെ മത്സരിപ്പിക്കാൻ നേരത്തെ ആലോചിച്ചിരുന്നെങ്കിലും ജോയ് പിന്മാറിയതോടെയാണ് ചർച്ചകൾ കടകംപള്ളിയിലേക്ക് എത്തിയത്. മണ്ഡലത്തിന്റെ വിപുലമായ ബന്ധങ്ങൾ തുണയാകുമെന്ന് CPM പ്രതീക്ഷിക്കുന്നു. കേന്ദ്ര സഹമന്ത്രി V. മുരളീധരൻ BJPക്കായി മത്സരരംഗത്ത് ഇറങ്ങിയേക്കുമെന്നാണ് സൂചന. അങ്ങനെയെങ്കിൽ കരുത്തരുടെ പോരാട്ടത്തിനാകും ആറ്റിങ്ങൽ വേദിയാവുക. VV അരുണിന്റെ റിപ്പോർട്ട്. ഏതു പ്രതികൂല രാഷ്ട്രീയ കാലാവസ്ഥയിലും വിജയമുറപ്പെന്ന് ഇടതുമുന്നണി പ്രത്യേകിച്ച് CPM വിശ്വസിച്ചിരുന്ന മണ്ഡലമായിരുന്നു ആറ്റിങ്ങൽ. എന്നാൽ 2019 സംസ്ഥാനമാകെ UDF തരംഗം ആഞ്ഞുവീശിയപ്പോൾ ആറ്റിങ്ങലും ഇടതുമുന്നണിയെ CPMനെ കൈവിട്ടു. വലിയ നാണക്കേടാണ് ആ തെരഞ്ഞെടുപ്പ് ഫലം CPMന്, പ്രത്യേകിച്ച് ജില്ലയിലെ CPMനെ ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഏതുവിധേനയും ആറ്റിങ്ങൽ സീറ്റ് തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് CPM നേതൃത്വം. പല പേരുകൾ CPM നേതൃത്വത്തിന്റെ പരിഗണനയ്ക്ക് വന്നിരുന്നു. ആദ്യഘട്ടം ചില യുവ നേതാക്കളെ രാജ്യസഭാ MP A. റഹീം അടക്കമുള്ള, പിന്നീട് DYFIയുടെ ജില്ലാ നേതാവ് ദേശീയ കമ്മിറ്റി അംഗം കൂടിയായ ഷിജു ഖാൻ അടക്കമുള്ള നേതാക്കളുടെയൊക്കെ പരിഗണിച്ചിരുന്നു CPM. പക്ഷേ ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് വീണ്ടും മത്സരിക്കും. BJP സ്ഥാനാർത്ഥിയായി കേന്ദ്ര സഹമന്ത്രി V. മുരളീധരനെത്തും. അങ്ങനെ വരുമ്പോൾ ശക്തനായ ഒരു എതിരാളി തന്നെ അവിടെ വേണമെന്ന ചിന്ത CPM കേന്ദ്രങ്ങളുണ്ടായി. V. ജോയ് ജില്ലാ സെക്രട്ടറിയുടെ പേരാണ് ആ സമയം CPM പരിഗണിച്ചത്. പക്ഷേ V. ജോയ് ജില്ലാ സെക്രട്ടറിയും MLAയുമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു പദവി കൂടി നൽകുന്നതിനോട് ചിലർക്ക് യോജിപ്പില്ല. V. ജോയും വ്യക്തിപരമായി ആറ്റിങ്ങൽ ലോക്സഭയിലേക്ക് മത്സരിക്കാൻ ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം ജില്ലാ സെക്രട്ടറി സ്ഥാനം തുടരാനാണ് താല്പര്യപ്പെട്ടത്. അതുകൊണ്ട് അങ്ങനെ ചർച്ച വരുമ്പോഴാണ് ജില്ലാ സെക്രട്ടറി തന്നെ കടകംപള്ളി സുരേന്ദ്രൻ എന്ന മുതിർന്ന നേതാവിന്റെ പേര് അവിടേക്ക് കൊണ്ടുവരുന്നത്. കടകംപള്ളി മത്സരിച്ചാൽ മണ്ഡലം തിരിച്ചുപിടിക്കാനാകുമെന്ന പ്രതീക്ഷ CPM കേന്ദ്രങ്ങളിൽ സജീവമാണ്. CPM സംസ്ഥാന നേതൃത്വമായും ജില്ലാ നേതൃത്വം ഈ പേര് ചർച്ച ചെയ്തു. കടകംപള്ളി സുരേന്ദ്രനും ഈ മത്സരിക്കുന്നതിനോട് വലിയ എതിർപ്പില്ല എന്നാണ് നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളതാണെന്ന് ലഭിക്കുന്ന സൂചന. അങ്ങനെയെങ്കിൽ കടകംപള്ളി തന്നെ ആറ്റിങ്ങലിൽ CPM കോട്ട തിരിച്ചുപിടിക്കാൻ ഇറങ്ങും. കടകംപള്ളിക്ക് വിപുലമായ വ്യക്തിബന്ധങ്ങൾ ഉള്ള മണ്ഡലമാണ് ആറ്റിങ്ങൽ. പതിറ്റാണ്ടുകളിലായി തലസ്ഥാനത്ത് പ്രവർത്തിച്ച് പരിചയമുള്ള നേതാവാണ്. സാമുദായിക ഘടകങ്ങൾ അനുകൂലമാണ്. ശിവഗിരി മഠവുമായി നല്ല ബന്ധമാണ്. കഴക്കൂട്ട മണ്ഡലത്തിൽ ഉൾപ്പെട്ട ചെമ്പഴന്തി ഗുരുകുലവുമായി വളരെ അടുത്ത ബന്ധം. അവിടത്തേക്ക് വേണ്ടി നിരവധി വികസന പ്രവർത്തനങ്ങൾ MLA എന്നിവ ചെയ്ത ആളാണ് കടകംപള്ളി. അങ്ങനെ ആ മേഖലയിലൊക്കെ വലിയ വ്യക്തിബന്ധം അത് വോട്ടായി മാറുമെന്ന് CPM പ്രതീക്ഷിക്കുന്നു. അടിസ്ഥാന വോട്ടുകൾ ഉറപ്പിച്ചു നിർത്താൻ CPMന് വലിയ വേരോട്ടമുള്ള സ്വാധീനമുള്ള മേഖലയാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം. ആ അടിസ്ഥാന വോട്ടുകൾ തന്നെ ഉറപ്പിച്ചു നിർത്താൻ ആയാൽ തന്നെ ജയിക്കാനാകുമെന്നാണ് CPMന്റെ കണക്കുകൂട്ടൽ. കഴിഞ്ഞ തവണ BJPയിലേക്ക് പോയത്, പ്രത്യേകിച്ചും ശബരിമല സ്ത്രീ പ്രവേശന വിഷയമൊക്കെ നിന്നുകൊണ്ട് തന്നെ BJPയിലേക്ക് പോയത് ഏറെയും CPM വോട്ടുകളാണ്. ആ വോട്ടുകൾ ഇത്തവണ അത്രയൊരു സാധ്യതയില്ലാതെ തിരിച്ചുവരും. അങ്ങനെയെങ്കിൽ കടകംപള്ളിയിലൂടെ ആറ്റിങ്ങൽ മണ്ഡലം തിരിച്ചുപിടിക്കാമെന്ന ശുഭപ്രതീക്ഷയാണ് CPM നേതൃത്വത്തിനുള്ളത്. വൈകാതെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് CPM കടക്കും. ആറ്റിങ്ങൽ ഇത്തവണ വളരെ പ്രതീക്ഷ വയ്ക്കുന്ന ഒരു മണ്ഡലമായി മാറും കടകംപള്ളി സുരേന്ദ്രൻ എന്ന നേതാവ് മത്സരിക്കാനെത്തുമ്പോൾ. അതിനപ്പുറത്തേക്ക് കടകംപള്ളി സുരേന്ദ്രൻ, അടൂർ പ്രകാശ്, V. മുരളീധരൻ സംസ്ഥാന രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 നേതാക്കളുടെ മത്സരത്തിലൂടെ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം ശക്തമായ ഒരു ത്രികോണ മത്സരത്തിലേക്ക് വഴിമാറുകയും ചെയ്യും. VV അരുണിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. ജോണി നെല്ലൂർ കേരള കോൺഗ്രസ് എമ്മിലേക്ക് UDF കൺവീനർ MM ഹസനിൽ നിന്ന് കടുത്ത അവഗണന നേരിട്ടു.
പുതുതായി ഉണ്ടാക്കിയ സംഘടനയുടെ പോക്ക് ശരിയല്ലായിരുന്നു. അതുകൊണ്ടാണ് അത് വിട്ടത്. നിസാര കാര്യങ്ങൾക്കാണ് കേരള കോൺഗ്രസ് എം UDF വിട്ടതെന്നും തനിക്ക് പാർലമെന്ററി മോഹമില്ലെന്നും ജോണി നെല്ലൂർ പറഞ്ഞു. എന്തുകൊണ്ടെന്നറിയില്ല, ഒരു വലിയ അവഗണന ഉണ്ടാകുന്നതായി ബോധ്യപ്പെട്ടു. അങ്ങനെ പലവട്ടം സംശയം വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. ഒരു ഉത്തരവ് നൽകിയില്ല. ഞാൻ രജിസ്റ്റേർഡ് കത്ത് അദ്ദേഹത്തിന് അയച്ചു. എന്താണ് കാരണം? അതിന് മറുപടി ഉണ്ടായില്ല. എങ്കിലും ഞാൻ അച്ചടക്കമുള്ള ഒരു UDF പ്രവർത്തകൻ എന്നുള്ള നിലയിൽ മുന്നോട്ട് പോയി. ഇത്രയേറെ അവഗണന സഹിച്ച് ഇത്രയും മുതിർന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ള നിലയിൽ ഇനി ആ പ്രസ്ഥാനവുമായി സഹകരിച്ചു പോകുന്നത് കൂടുതൽ അപമാനിതരാകുമെന്ന് ബോധ്യപ്പെട്ടപ്പോൾ രാജിവെക്കുന്നു എന്ന് എറണാകുളത്ത് പത്രക്കാരോട് പറഞ്ഞു. രാജിവെച്ചു. എന്നാൽ മുൻപിലേക്ക് വന്ന് നേതൃത്വം കൊടുത്തിരുന്ന പ്രമുഖരായ ആളുകൾ അതിൽ നിന്ന് പിന്മാറുകയും ആ സന്ദർഭത്തിൽ ഈ പുതിയതായി രൂപീകരിക്കാൻ പോകുന്ന സംഘടന ശരിയായ ദിശയിലല്ല പോകാൻ പോകുന്നത് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ രാഷ്ട്രീയം ഉപേക്ഷിക്കാനുള്ള തീരുമാനമെടുത്തു. ജോസ് കെ മാണി വിഭാഗത്തെ നിസാര കാര്യത്തിൻ്റെ പേരിലാണ് അന്ന് മുന്നണിക്ക് പുറത്തേക്ക് പോകാനുള്ള വഴിയൊരുക്കിയത്. ഞാൻ സജീവ രാഷ്ട്രീയത്തിലേക്ക് മടങ്ങുന്നു. എന്നാൽ ഏത് രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ചേരുന്നു ഒന്നും അന്തിമ തീരുമാനമായിട്ടില്ല. ഒന്നുകൂടി പറയാം. ഇപ്പോൾ ചില ആളുകൾ പ്രചരിപ്പിക്കും ഞാൻ പാർലമെന്ററി മോഹവുമായിട്ടാണ്. ഞാൻ ആ പാർലമെന്ററി മോഹം എനിക്കില്ല. സർക്കാർ ഗവർണർ പോരിനിടെ നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിന് നാളെ തുടക്കമാകും. സർക്കാരുമായി തർക്കമുണ്ടെങ്കിലും ഭരണഘടനാപരമായ ഉത്തരവാദിത്തം നിറവേറ്റുമെന്നാണ് ഗവർണറുടെ നിലപാട്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെ ജനപ്രിയ ബജറ്റ് എന്ന വെല്ലുവിളിയാണ് ധനമന്ത്രി KN ബാലഗോപാലിന് മുന്നിലുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന നിയമസഭാ സമ്മേളനം ഭരണ പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ പോരാട്ടത്തിന് വേദിയാകും. നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിനാണ് നാളെ തുടക്കമാകുന്നത്. ഗവർണറുടെ നയപ്രഖ്യാപനത്തോടുകൂടിയാണ് ഈ നിയമസഭാ സമ്മേളനത്തിന് തുടക്കം കുറിക്കുന്നത്. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ചുകൊണ്ടുള്ള നയപ്രഖ്യാപനം ഗവർണർ അതേപടി വായിക്കുമോ എന്നതാണ് സർക്കാരിനെ ആശങ്കപ്പെടുത്തുന്നത്. പക്ഷേ ഭരണഘടനാപരമായ ഉത്തരവാദിത്തം നിറവേറ്റുമെന്ന് ഗവർണർ വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഈ നയപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് സർക്കാരിനോട് വിശദീകരണം ചോദിച്ചിട്ടുമില്ല. എന്തായാലും ഈ സമ്മേളനം, അതായത് നാളെ ആരംഭിക്കുന്ന സമ്മേളനം മാർച്ച് 27 വരെ 32 ദിവസമാണ് നിശ്ചയിച്ചിട്ടുള്ളത്. 5-ാം തീയതിയാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത്. ഏറെ നിർണായകമായ ഒരു സഭാ സമ്മേളനമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സഭാ സമ്മേളനത്തിലുടനീളം രാഷ്ട്രീയം ചർച്ചയാകും. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട മാസപ്പടി വിവാദമടക്കം ആയുധമാക്കാനാണ് പ്രതിപക്ഷം ആലോചിക്കുന്നത്. എന്തായാലും അത്തരം കാര്യങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കുമ്പോൾ നവകേരള സദസ്സ് വിജയമാണ്, അത് ഉയർത്തിക്കാട്ടിക്കൊണ്ടായിരിക്കും സർക്കാർ പ്രതിരോധം തീർക്കുക. പക്ഷെ അപ്പോഴും ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടന്ന പ്രതിഷേധങ്ങളും അതിനെ ഡിവൈഎഫ്ഐയും ഒപ്പം പോലീസും നേരിട്ട രീതിക്കെതിരെയും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന്, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നു നിൽക്കെ ഈ ബജറ്റ് ഏറെ നിർണായകമാകും. ഒരു ജനക്ഷേമ അല്ലെങ്കിൽ ജനപ്രിയ ബജറ്റ് അവതരിപ്പിക്കുക എന്നത് നിലവിലെ സംസ്ഥാനത്തെ ധനസ്ഥിതി പരിശോധിക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഏത് രീതിയിൽ ഈ ബജറ്റ് അവതരിപ്പിക്കപ്പെടും എന്നുള്ളതും നിർണായകമാകും. എന്തായാലും ഭരണപക്ഷത്തിനും ഒപ്പം പ്രതിപക്ഷത്തിനും ഈ സഭാ സമ്മേളനം ഏറെ നിർണായകമാകും. അങ്കമാലി മുക്കന്നൂർ കൂട്ടക്കൊലക്കേസിൽ പ്രതി ബാബു കുറ്റക്കാരനെന്ന് കോടതി. കൊലപാതകവും കൊലപാതക ശ്രമവും അടക്കമുള്ള കുറ്റങ്ങൾ തെളിഞ്ഞു. ശിക്ഷയിന്മേലുള്ള വാദം ഈ മാസം 29-ന് നടക്കും. സഹോദരൻ ശിവന്റെ ഭാര്യ വത്സല, ഇവരുടെ മകൾ സ്മിത എന്നിവരെ സ്വത്ത് തർക്കത്തെ തുടർന്ന് വെട്ടിക്കൊലപ്പെടുത്തിയെന്നാണ് കേസ്. 2018 ഫെബ്രുവരിയിലാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. സ്വത്ത് തർക്കത്തിന്റെ പേരിൽ സഹോദരനായ 62 വയസ്സുള്ള ശിവൻ, ഇയാളുടെ ഭാര്യ വത്സല 58 വയസ്സ്, ഇവരുടെ മകൾ 30 വയസ്സുള്ള സ്മിത എന്നിവരെയാണ് ബാബു വെട്ടിക്കൊലപ്പെടുത്തിയത്. സ്മിതയുടെ ഇരട്ടക്കുട്ടികളായ അപർണയ്ക്കും അശ്വിനും ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു. മറ്റ് 2 സഹോദരങ്ങളുടെ ഭാര്യമാർക്കു നേരെയും ബാബു വധശ്രമം നടത്തിയെങ്കിലും ഇവർ ഓടി രക്ഷപ്പെട്ടു. ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ശേഷം അമ്പലക്കുളത്തിൽ ചാടിയ ബാബുവിനെ നാട്ടുകാരും പോലീസും ചേർന്ന് അന്ന് കീഴ്പ്പെടുത്തുകയായിരുന്നു. പ്രതിക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ നിലനിൽക്കുമെന്ന് കോടതി കണ്ടെത്തി. ശിക്ഷയിലുള്ള വാദത്തിനു ശേഷം വിധി പ്രസ്താവിക്കും. ന്യൂസ് 18 കൊച്ചി. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ വീട്ടുകാരെ മയക്കി കിടത്തി മോഷണം. സംഭവത്തിൽ 5-അംഗ സംഘത്തിലെ 2 പേർ പിടിയിലായി. വർക്കല ഹരിഹരപുരം LP സ്കൂളിന് സമീപം ലൈം വില്ല എന്ന വീട്ടിലാണ് മോഷണം നടന്നത്. കഴിഞ്ഞ രാത്രിയാണ് സംഭവം. ശ്രീദേവി അമ്മയുടെ മകൻ ബാംഗ്ലൂരിൽ നിന്ന് ഭാര്യ ദീപയെ നിരവധി തവണ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു. ഫോണിൽ കിട്ടാത്തതിനെ തുടർന്ന് സമീപവാസിയായ ബന്ധുവിനെ വിളിച്ചു.
തുടർന്ന് ബന്ധു വീട്ടിലെത്തുമ്പോൾ 4 പേർ ഓടി രക്ഷപ്പെടുന്നതാണ് കണ്ടത്. വീടിനുള്ളിൽ കയറി നോക്കുമ്പോൾ 3 പേരും ബോധരഹിതരായിരുന്നു. ശ്രീദേവി അമ്മ, മരുമകൾ ദീപ, ഹോം നഴ്സ് സിന്ധു എന്നിവർ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. നാട്ടുകാർ ഓടിക്കൂടി പ്രദേശത്ത് പരിശോധന നടത്തി ഒരാളെ പിടികൂടി. ഇയാൾ ബാഗിൽ പണവും സ്വർണവുമായി രക്ഷപ്പെടാൻ ശ്രമിക്കവേ വീടിനു പുറകിലെ മതിൽക്കമ്പിയിൽ കാൽ കുരുങ്ങി കിടക്കുകയായിരുന്നു. രാവിലെയോടെ സമീപത്തൊളിച്ചിരുന്ന മറ്റൊരാളെയും നാട്ടുകാർ പിടികൂടി. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ 4 പേരടങ്ങുന്ന സംഘം പ്രദേശത്തുണ്ടായിരുന്നതായി കണ്ടെത്തി. 15 ദിവസം മുമ്പ് വീട്ടുജോലിക്ക് പ്രവേശിച്ച നേപ്പാളി സ്വദേശിനിയായ യുവതിയാണ് ഭക്ഷണത്തിൽ ലഹരി കലർത്തിയത്. അയിരൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. വിരലടയാള വിദഗ്ധർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ന്യൂസ് 18 ആറ്റിങ്ങൽ. താമരശ്ശേരിയിൽ ജ്വല്ലറിയുടെ ചുവർ തുരന്ന് 40 പവനോളം സ്വർണം കവർന്നു. താമരശ്ശേരി പോലീസ് സ്റ്റേഷന് സമീപം ദേശീയപാതയോരത്ത് റെന ഗോൾഡിലാണ് കവർച്ച നടന്നത്. കിഴക്കോത്ത് ആവിലോറ സ്വദേശി അബ്ദുൾ സലാമിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ജ്വല്ലറി. കെട്ടിടത്തിന്റെ മുകളിലേക്ക് കയറുന്ന ഗോവണിയുടെ ഭാഗത്ത് ഷട്ടർ തുറന്ന് ജ്വല്ലറിയുടെ ചുമർ തുരന്നാണ് മോഷ്ടാക്കൾ അകത്ത് പ്രവേശിച്ചത്. രാത്രി 7:30യോടെയാണ് കടയടച്ചത്. ഇന്ന് രാവിലെ 8 മണിയോടെ മുകളിലേക്ക് കയറാനെത്തിയ ആളാണ് മോഷണം നടന്നത് മനസ്സിലാക്കിയത്. തുടർന്ന് പോലീസിൽ അറിയിക്കുകയായിരുന്നു. തൃപ്പുണിത്തുറയിൽ 10 വയസ്സുകാരന്റെ കാൽ അയൽവാസി തല്ലിയൊടിച്ച സംഭവത്തിൽ മരട് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയ സംഘപരിവാർ മരട് നഗർ. പ്രതിക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തുക, പോലീസിന്റെ ഒത്താശ അവസാനിപ്പിച്ച് നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് സംഘടിപ്പിച്ചത്. കുട്ടിയുടെ മാതാപിതാക്കളും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. പരാതി നൽകിയ സമയം മുതൽ തന്നെ പ്രതിയെ സംരക്ഷിക്കുന്ന സമീപനമാണ് മരട് CI സ്വീകരിച്ചതെന്നും ഇപ്പോഴും കേസ് ഒത്തുതീർപ്പാക്കാനാണ് ശ്രമിക്കുന്നതെന്നും കുടുംബം ആരോപിക്കുന്നു. ജനുവരി 1-നായിരുന്നു ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിക്കുന്നതിനിടെ അടുത്ത വീട്ടിലേക്ക് തെറിച്ചുപോയ പന്തെടുക്കാൻ ചെന്ന നവീന് അയൽവാസി ബാലന്റെ മർദ്ദനമേറ്റത്. മർദ്ദനത്തിൽ കുട്ടിയുടെ ഇടത്തെ കാലിന്റെ എല്ലിന്റെ 2 പൊട്ടലുണ്ടായി. സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാരോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം ജീവനക്കാരും അധ്യാപകരും പണിമുടക്കി. പ്രതിപക്ഷ സംഘടനകളാണ് സെറ്റോയുടെ നേതൃത്വത്തിൽ പണിമുടക്ക് നടത്തിയത്. BJP അനുകൂല സംഘടനയായ ഫെറ്റോയും പണിമുടക്കി. എന്നാൽ പണിമുടക്ക് സെക്രട്ടേറിയറ്റിന്റെ പ്രവർത്തനത്തെ ബാധിച്ചില്ല. സംസ്ഥാന സർക്കാർ സർവീസിലെ പ്രതിപക്ഷ സംഘടനകളാണ് പണിമുടക്കിയത്. സർക്കാർ ആനുകൂല്യം നിഷേധിക്കുന്നു, ലീവ് സറണ്ടർ അടക്കമുള്ള ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കുമെന്ന് ആരോപിച്ചാണ് സെറ്റോയുടെ നേതൃത്വത്തിൽ പണിമുടക്ക് നടത്തിയത്. പ്രതിപക്ഷത്തെ സംഘടനകൾ ഈ സമരത്തിൽ പങ്കെടുത്തു. സെക്രട്ടേറിയറ്റ് അസോസിയേഷനിലും 2 വിഭാഗമാണ് കോൺഗ്രസിലുള്ളത്. അതിൽ ഒരു വിഭാഗം സമരത്തിൽ വിട്ടുനിന്നു. BJP അനുകൂല സംഘടനയും ഈ സമരത്തിന്റെ ഭാഗം, പക്ഷേ പ്രത്യേകമാണ് സെക്രട്ടേറിയറ്റിലേക്ക് പ്രകടനം നടത്തിയത്. അതിശക്തമായ പ്രക്ഷോഭം വരും ദിവസങ്ങൾ ഉയർന്നു വരുമെന്നാണ് ജീവനക്കാരുടെ സംഘടനകളുടെ മുന്നറിയിപ്പ്. സർക്കാർ പ്രഖ്യാപിച്ച വാഗ്ദാനങ്ങളൊന്നും നടപ്പാക്കുന്നില്ല. ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നു. ജീവനക്കാരുടെ ട്രാൻസ്ഫർ അടക്കം ക്രമക്കേട് നടത്തുന്ന ആരോപണമാണ് ജീവനക്കാരുടെ സംഘടന ഉന്നയിക്കുന്നത്. ഈ കൂടുതൽ ശക്തമായ പ്രക്ഷോഭങ്ങളിലേക്ക് പോകുമെന്ന മുന്നറിയിപ്പും അവർ നൽകുന്നു. പണിമുടക്കിയ ജീവനക്കാരും പോലീസുമായും സെക്രട്ടേറിയറ്റ് ചെറിയ സംഘർഷം, വാക്കേറ്റമുണ്ടായി. മറ്റു ജീവനക്കാർ തടഞ്ഞുമായി ബന്ധപ്പെട്ടായിരുന്നു ആ വാക്കേറ്റവും സംഘർഷവും. പക്ഷേ ഈ സമരം ഒരു തരത്തിലും സെക്രട്ടേറിയറ്റിന്റെ പ്രവർത്തനത്തെ ബാധിച്ചില്ലെന്ന വിലയിരുത്തലാണ് സർക്കാർ കേന്ദ്രങ്ങൾക്കുള്ളത്. അത് ഇന്നത്തെ അറ്റൻഡൻസ് ചൂണ്ടിക്കാട്ടിയാണ് അവർ അത്തരമൊരു നിലപാട് പറയുന്നത്. ജീവനക്കാരുടെ സമരം പരാജയപ്പെട്ടുവെന്ന് ഭരണപക്ഷ യൂണിയനുകളും അവകാശപ്പെടുന്നു. ഏതായാലും അതിശക്തമായ പ്രക്ഷോഭം വരും ദിവസങ്ങൾ സർക്കാരിനെ ഉയർത്തിക്കൊണ്ടുവരുമെന്നാണ് ജീവനക്കാരുടെ സംഘടനകൾ നൽകുന്ന മുന്നറിയിപ്പ്. സെക്രട്ടറി 4200 ജീവനക്കാരാണ് ആകെയുള്ളത്. അതിൽ 3696 പേർ പണിമുടക്ക ദിവസം ഇന്ന് ജോലിക്ക് ഹാജർ. 11:30 ഈ കണക്ക് സെക്രട്ടറി പൊതുഭരണ വകുപ്പ് എടുത്തപ്പോൾ 3696 പേർ ഹാജരായെന്നാണ് ഔദ്യോഗിക നിലപാട്. ഇന്നലെ 3879 പേർ ഹാജരായിരുന്നു. കോടതി ഡ്യൂട്ടി അടക്കം വിവിധ ഡ്യൂട്ടിയുടെ ഭാഗമായി 15 മാത്രം ജീവനക്കാർ ദിവസവും ഹാജരാകരുത്. അതിനപ്പുറത്തേക്ക് ചില അവധികളും വരും. അതുകൊണ്ട് തന്നെ ജീവനക്കാരുടെ സഹകരണം, ജീവനക്കാരുടെ പങ്കാളിത്തം സമരത്തിലുണ്ടായില്ലെന്ന വിലയിരുത്തലാണ് ഇടതു കേന്ദ്രങ്ങൾക്കുള്ളത്. വിദ്യാർത്ഥി സംഘർഷത്തെ തുടർന്ന് അടച്ചിട്ട എറണാകുളം മഹാരാജാസ് കോളേജ് തുറന്നു. ആദ്യ ദിനം ക്യാമ്പസിലെത്തിയ വിദ്യാർത്ഥികളുടെ എണ്ണം കുറവാണ്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് കോളേജ് പരിസരത്ത് പോലീസ് സാന്നിധ്യമുണ്ട്. SFI യൂണിറ്റ് സെക്രട്ടറി നാസർ അബ്ദുൾ റഹ്മാനെ കുത്തിയ കേസിലെ മുഴുവൻ പ്രതികളെയും പിടികൂടണമെന്നാവശ്യപ്പെട്ട് കോളേജിന് മുന്നിൽ SFI അനിശ്ചിതകാല സമരം തുടരുകയാണ്. ഡാനിപ്പോളിന്റെ റിപ്പോർട്ട്.
വിദ്യാർത്ഥി സംഘടനകളുടെ പശ്ചാത്തലത്തിൽ അടച്ചിട്ട എറണാകുളം മഹാരാജാസ് കോളേജ് ഇന്നു മുതൽ വീണ്ടും അധ്യയന ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് രാവിലെ മുതൽ തന്നെ വിദ്യാർത്ഥികൾ ഇവിടേക്ക് കോളേജിലേക്ക് എത്തുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങൾ സാധാരണഗതിയിൽ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളുടെ വരവിനെ അപേക്ഷിച്ച് വിദ്യാർത്ഥികൾ ഈ റീഓപ്പൺ അതിനുശേഷം വിദ്യാർത്ഥികൾ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. അത് തിങ്കളാഴ്ചയോടുകൂടി ഒരു റെഗുലർ ക്ലാസ്സുകൾ ഇന്നു മുതൽ ആരംഭിക്കുമെന്ന് പറഞ്ഞെങ്കിലും പലരും തന്നെ ഹോസ്റ്റലിൽ ഉള്ളവരടക്കം വീടുകളിലേക്ക് പോയിരുന്നു. അതുകൊണ്ട് തന്നെയും വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ഇന്ന് വലിയ രീതിയിലുള്ളൊരു കുറവുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തിങ്കളാഴ്ച മുതൽ വീണ്ടും പഴയ രീതിയിലേക്ക് തന്നെ പൂർണ്ണ സജ്ജമായിട്ട് തന്നെ ക്ലാസ് മുറികളിലേക്ക് മുഴുവൻ വിദ്യാർത്ഥികൾ തന്നെ എത്തും. ഇപ്പോൾ വീടുകളിലേക്കും ഹോസ്റ്റലിൽ നിന്ന് വീടുകളിലേക്കും മറ്റും പോയിട്ടുള്ള വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ ഇനിയുള്ള ദിവസങ്ങൾ 2 ദിവസങ്ങൾ എന്ന് പറയുന്ന അധ്യയനങ്ങളില്ലാത്ത ഒഴിവ് ദിവസങ്ങളാണ് ശനിയും ഞായറും എല്ലാം. അതുകൊണ്ട് തിങ്കളാഴ്ച മുതൽ ക്ലാസ്സുകൾ എല്ലാം തന്നെ പൂർവ്വസ്ഥിതിയിൽ ആകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കൂടുതലായിട്ട് ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുള്ള നിബന്ധനകൾ എന്ന് പറയുന്നത് വൈകിട്ട് 6 മണിക്ക് ശേഷം കോളേജിൽ ക്യാമ്പസിൽ വിദ്യാർത്ഥികൾക്ക് തുടരാൻ അനുവദിക്കില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെയും ID കാർഡുകൾ അടക്കമുള്ള കാര്യങ്ങൾ വളരെ നിർബന്ധപൂർവ്വം തന്നെ നടപ്പാക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ പല വിദ്യാർത്ഥികളും ഇപ്പോൾ ID കാർഡ് ഇല്ലാത്ത വിദ്യാർത്ഥികളടക്കമുള്ളവരുണ്ട്, നഷ്ടപ്പെട്ടു പോയവരുണ്ട്. അവരോടെല്ലാം തന്നെ നിശ്ചിത സമയത്തിനകം തന്നെ ID കാർഡുമായിട്ട് തന്നെ എത്തുക എന്നതാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അങ്ങനെ ഒരു പൊതു നിർദ്ദേശങ്ങളുടെ എല്ലാം തന്നെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ക്യാമ്പസ് മുന്നോട്ട് പോകാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. എങ്ങനെയുണ്ട് കോളേജിലേക്ക് പിന്നെ വന്നിട്ട്? നല്ല സന്തോഷം തോന്നുന്നുണ്ട്. കുറേ നാൾക്ക് ശേഷം ഇങ്ങോട്ട് വരാൻ പറ്റിയല്ലോ. പെട്ടെന്നൊന്നും തുറക്കില്ലെന്ന് ഓർത്ത് പെട്ടെന്ന് തുറന്നു. പിന്നെ പിള്ളേര് കുറവാണ് പൊതുവെ. അവധി ദിവസമൊക്കെ മിക്കവാറും നാട്ടിൽ പോയിട്ടുണ്ടാവും. ഈ തിങ്കളാഴ്ചയൊക്കെ വരുള്ളൂ. കൂട്ടുകാരികളൊക്കെ നാട്ടിലാണോ പലരും? അതെ. ഇങ്ങനെ നിബന്ധനകളൊക്കെ എങ്ങനെ 6 മണിക്ക് ശേഷം നിൽക്കാൻ പാടില്ല, അത് നേരത്തെ മുതലുള്ള റൂളായിരുന്നു. പിന്നെ പിള്ളേര് അധികം കുറച്ച് കർശനമാക്കുന്നത് നല്ലതാണ്. അതെ അതെ. വിദ്യാർത്ഥി സംഘടനകൾ അടക്കമുള്ളവരുമായിട്ട് ഇന്നലെ ചർച്ചകൾ നടത്തിയിരുന്നു. ഇതിൽ രൂപപ്പെട്ട ധാരണകളുടെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം തന്നെ ഇവർ വിദ്യാർത്ഥി സംഘടനകളും സമ്മതിച്ചിട്ടുണ്ട്. ഈ നിബന്ധനകളോട് ചേർന്ന് പോവുക എന്നത് തന്നെ. ഒപ്പം തന്നെയും നിലവിൽ എടുത്തിട്ടുള്ള കേസുകൾ, പോലീസ് കേസ് നിലവിലുണ്ട്. ഒപ്പം തന്നെ കോളേജ് അധികൃതരുടെ ഭാഗത്തുള്ള അന്വേഷണങ്ങളുണ്ട്. ഇതെല്ലാം ഇതിനൊപ്പം തന്നെ നടക്കുകയും ചെയ്യും. പക്ഷേ അതോടൊപ്പം SFIയുടെയും സമരം ആരംഭിച്ചിട്ടുണ്ട്. SFI അവരുടെ യൂണിറ്റ് പ്രസിഡന്റിനെ ഈ സംഭവവുമായി മർദ്ദനത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ഈ കാര്യത്തിൽ അടക്കം കുറ്റവാളികൾക്കായ വിദ്യാർത്ഥികൾക്ക് കൃത്യമായ രീതിയിലുള്ള നടപടികൾ ഉണ്ടാകണം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവർ സമരത്തിലേക്ക് നീങ്ങുന്നു. ഒപ്പം തന്നെ അറബിക് സ്റ്റുഡൻസ് അവരുടെ നേതൃത്വത്തിലും ഈ ക്യാമ്പസിൽ അധ്യാപകൻ പക്ഷപാതപരമായി പെരുമാറുന്നു എന്ന് ആക്ഷേപിച്ചുകൊണ്ട് ഇവരും വരും ദിവസങ്ങളിൽ ഒരു സമരത്തിലേക്ക് നീങ്ങുമെന്നുള്ളൊരു സൂചനകളടക്കം നൽകിയിട്ടുണ്ട്. എന്തായാലും പഴയ ഒരു സംഘർഷാവസ്ഥയിലേക്ക് ക്യാമ്പസ് പോകില്ല എന്നൊരു വിശ്വാസമാണ് എല്ലാവരും പങ്കുവയ്ക്കുന്നത്. അധ്യയനത്തിന് ഇന്നു മുതൽ തന്നെ തുടക്കമായിട്ടുണ്ട്. SSLC മോഡൽ പരീക്ഷാ ചോദ്യപേപ്പറിന് 10 രൂപ ഈടാക്കാനുള്ള സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധവുമായി KSU പ്രവർത്തകർ കണ്ണൂർ DDO ഓഫീസ് ഉപരോധിച്ചു. ജില്ലാ പ്രസിഡന്റ് NC അതുലിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധവുമായി എത്തിയ പ്രവർത്തകർ ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചു. പോലീസും പ്രവർത്തകരുമായി ഉന്തും തള്ളുമുണ്ടായി. തുടർന്ന് ഓഫീസ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി. എന്റെ സാറേ, ഞാൻ തിന്നത് ചോറ, അങ്ങനൊന്നും വലിച്ചാൽ വരൂല. സമാധാനപരമായി ഇവിടെ കുത്തിയിരുന്ന് പ്രതിഷേധം നടത്തുമ്പോ അതിന് അടിച്ചമർത്താനും ഞങ്ങൾ ഇവിടെ ഒരു അക്രമം ഉണ്ടാക്കിയിട്ടില്ല. മലപ്പുറത്ത് മദ്യപിച്ച് വാഹനമോടിച്ച് അപകടമുണ്ടാക്കിയ ASIയെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ച നാട്ടുകാർ. മലപ്പുറം CIയുടെ ഡ്രൈവർ കൂടിയായ ഗോപി മോഹനാണ് അപകടമുണ്ടാക്കിയത്. കാറിലിടിച്ച ശേഷം പോലീസ് വാഹനം നിർത്താതെ പോവുകയായിരുന്നു. തുടർന്ന് നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. മദ്യപിച്ച് വണ്ടി ഓടിച്ചതിനും അപകടമുണ്ടാക്കിയതിനും ഗോപി മോഹനെതിരെ കേസെടുത്തു. പേരെന്തേലും ഇറങ്ങി ചാവി അമ്മടുത്താ ഞാൻ ഞാന് ഇക്കിപ്പോ അരമണിക്കൂർ മുന്നേ ഈ വണ്ടി എടുത്ത് കൊണ്ടുപോകാൻ പറഞ്ഞു. നിങ്ങൾ ആരെടുത്ത് കൊണ്ടുപോകും? ഈ കണ്ടീഷനിൽ സാറ് വണ്ടി എടുത്തോണ്ട് പോവോ? ഞങ്ങൾ ഞഞ്ഞത്തോട് കയറ്റി കൊണ്ടുവരും. അരമണിക്കൂർ
നിങ്ങളൊരു ഡ്യൂട്ടി ഇല്ല സാർ അങ്ങ് നോക്കി. പേരെന്താ നിങ്ങളെ പേരെന്താ? എന്താ ഡ്യൂട്ടി നമുക്ക് അന്വേഷിക്കാമല്ലോ. നിങ്ങളെ പേര് പറയും. ഇതേ സ്റ്റേഷനിൽ വേണ്ടിയാ? മങ്കടത്തല്ല മങ്കടത്തല്ല മലപ്പുറം എത്തി കുറിച്ചാൽ മതി തീരുമാനപ്പെടുന്നുണ്ടാവും. ഇതെങ്ങനെ അറിഞ്ഞു സാറേ? ഇടുക്കി ചതുരംഗപ്പാറ വില്ലേജിലെ സർക്കാർ ഭൂമിയിൽ അനധികൃത പാറ ഖനനം നടന്ന സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി വിജിലൻസ്. സർക്കാരിന് 1 കോടിയിലധികം രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് വിജിലൻസിന്റെ പ്രാഥമിക വിലയിരുത്തൽ. സംഭവത്തിൽ ഉടുമ്പൻചോല താലൂക്ക് ഓഫീസിൽ വിജിലൻസ് സംഘം പ്രാഥമിക പരിശോധനകൾ നടത്തി. ഉടുമ്പൻചോല താലൂക്കിലെ പാപ്പൻപാറ, സുബ്ബൻപാറ എന്നിവിടങ്ങളിലാണ് അനധികൃത പാറ ഖനനം നടന്നത്. ദേവികുളം സ്വദേശി നൽകിയ പരാതിയെ തുടർന്ന് കോട്ടയം വിജിലൻസ് യൂണിറ്റ് നടത്തിയ പരിശോധനയിലാണ് കണ്ടെത്തൽ. മുൻപ് നടത്തിയ അന്വേഷണത്തിൽ പാറ പൊട്ടിച്ച് കടത്തിയതിന് മൂവാറ്റുപുഴ സ്വദേശികൾക്കെതിരെ 12 ലക്ഷം രൂപ പിഴയിട്ടിരുന്നു. വീണ്ടും അനധികൃത പാറ ഖനനം ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ തുടരുകയായിരുന്നുവെന്നും വിജിലൻസ് കണ്ടെത്തി. റോയൽറ്റി ഇനത്തിൽ 1 കോടി രൂപയെങ്കിലും സർക്കാരിന് നഷ്ടമായെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ. തുടരന്വേഷണത്തിന്റെ ഭാഗമായി നെടുങ്കണ്ടം ഉടുമ്പൻചോല താലൂക്ക് ഓഫീസിൽ വിജിലൻസ് പ്രാഥമിക പരിശോധനകൾ നടത്തി. ഭൂപതിവ് തഹസീൽദാരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു. വരും ദിവസങ്ങളിൽ കൂടുതൽ ഉദ്യോഗസ്ഥരിലേക്ക് അന്വേഷണം നീളുമെന്നാണ് സൂചന. ന്യൂസ് 18 ഇടുക്കി. പുതിയ നിയമസംഹിതകളുടെ പേര് പറയില്ലെന്ന് നിലപാടെടുത്ത് മദ്രാസ് ഹൈക്കോടതി ജഡ്ജി. IPC, CRPC എന്നിവ തുടർന്നും ഉപയോഗിക്കും. ഹിന്ദിയിലുള്ള തന്റെ ഉച്ചാരണം ശരിയാകില്ലെന്നും ജസ്റ്റിസ് ആനന്ദ് വെങ്കടേഷ് വ്യക്തമാക്കി. IPC, CRPC, ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്നീ 3 നിയമസംഹിതകൾ പൊളിച്ചെഴുതി പകരം ഭാരതീയ ന്യായ് സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ ബിൽ എന്നിങ്ങനെ 3 സംഹിതകളാക്കിയാണ് കേന്ദ്ര സർക്കാർ നിയമനിർമ്മാണം നടത്തിയത്. റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയാകാനുള്ള 2ാം തെരഞ്ഞെടുപ്പിൽ US മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വിജയം. ന്യൂ ഹാംഷെയർ റിപ്പബ്ലിക്കൻ പ്രൈമറിയിലാണ് ട്രംപ് വിജയിച്ചത്. എതിരാളിയായ നിക്കി ഹാലെയെയാണ് ട്രംപ് പരാജയപ്പെടുത്തിയത്. അയോവ കോക്കസിൽ നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിലും ട്രംപ് വിജയം നേടിയിരുന്നു. നിരവധി കേസുകളിൽ വിചാരണ നേരിടുന്നതിനിടയിലാണ് ട്രംപിന്റെ വിജയം എന്നത് ശ്രദ്ധേയമാണ്. നവംബറിലാണ് USന്റെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുക. ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ നറുക്കെടുപ്പ് ഇന്ന്. 20 കോടിയാണ് 1ാം സമ്മാനം. 2ാം സമ്മാനമായ 1 കോടി വീതം 20 പേർക്ക് ലഭിക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് തിരുവനന്തപുരത്ത് ഗോർഖി ഭവനിലാണ് നറുക്കെടുപ്പ് നടക്കുക. 30 പേർക്ക് 10 ലക്ഷം രൂപ വീതം നൽകുന്ന 3ാം സമ്മാനവും 20 പേർക്ക് 3 ലക്ഷം രൂപ വീതം നൽകുന്ന 4ാം സമ്മാനവും 20 പേർക്ക് 2 ലക്ഷം രൂപ വീതം നൽകുന്ന 5ാം സമ്മാനവും മുതൽ അവസാന 4 അക്കത്തിന് 400 രൂപ ഉറപ്പാക്കുന്ന സമ്മാനങ്ങളുമുണ്ട്. തലസ്ഥാന നഗരിയിലെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ ഇത്തവണ ഇടുക്കിയുടെ രുചിച്ചേരുവകളുമുണ്ട്. വനിതാ സംരംഭക കൂട്ടായ്മയായ നെടുങ്കണ്ടം ലക്ഷ്മി സ്പൈസസ് ആണ് തനത് ഉൽപ്പന്നങ്ങളുമായി ഡൽഹിയിലെ കർത്തവ്യ പഥിൽ സ്റ്റാൾ ഒരുക്കിയിരിക്കുന്നത്. കേരളത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഏക യൂണിറ്റാണ് ലക്ഷ്മി സ്പൈസസ്. ഇടുക്കിയുടെ തനത് സുഗന്ധവ്യഞ്ജനങ്ങളും അച്ചാറുകളും വിവിധ ഇനം പലഹാരങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ഉൾപ്പെടെയുള്ള വിവിധ ഉൽപ്പന്നങ്ങളുമായാണ് ലക്ഷ്മി സ്പൈസസ് ഡൽഹിയിലേക്ക് പോയിരിക്കുന്നത്. കർത്തവ്യ പഥിലെ ക്രാഫ്റ്റ് ബസാറിൽ 31 വരെയാണ് റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായുള്ള സ്റ്റാളുകൾ പ്രവർത്തിക്കുക. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഫുഡ് കോർട്ടുകൾക്ക് പുറമെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 12 സംരംഭക കൂട്ടായ്മകളുടെ ഉൽപ്പന്നങ്ങളും ഇവിടെ ഉണ്ടാകും. കേരളത്തിന്റെ പ്രതിനിധിയായി ലക്ഷ്മി സ്പൈസസും. ഞങ്ങൾ ഇപ്പോഴ് സ്ഥിരമായിട്ട് 4 വനിതകളും എന്നെ കൂടാതെ 4 വനിതകളും ഒരു പുരുഷനും ഉണ്ട്. പിന്നെ ഞാൻ എൻ്റെ വീട്ടിലുള്ള ആളുകളൊക്കെ വന്ന് സഹകരിക്കുന്നുണ്ട്. നല്ല രീതിയിൽ പോകുന്നു. കാരണം അവർ തന്നെയാണ് ഇവിടെ ഈ മില്ലെല്ലാം പ്രവർത്തിപ്പിക്കുന്നതും ചക്ക് പ്രവർത്തിപ്പിക്കുന്നതും എല്ലാം ഉണങ്ങുന്നതും പൊടിക്കുന്നതും മറക്കുന്നതും എല്ലാം ഈ വനിതകൾ തന്നെയാണ്. പിന്നെ ഇപ്പോൾ ഈ കോഫി ബാർ തുടങ്ങിയത് കൊണ്ടാണ് ഈ പുരുഷനായിട്ടുള്ള ഒരാൾ അദ്ദേഹം നല്ല രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കും. അതും നല്ല ഡിമാൻഡോടുകൂടി പോകുന്നു. നമ്മുടെ പിജിക്കൊക്കെ ഭയങ്കര ഫേമസ് ആയി. 2004 5 വനിതകളുടെ കൂട്ടായ്മയിൽ അച്ചാർ നിർമ്മാണ യൂണിറ്റായിരുന്നു ലക്ഷ്മി സ്പൈസസ് ആരംഭിച്ചത്. തുടക്കകാലം മുതൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന എക്സിബിഷനുകളിൽ ഇവർ പങ്കെടുത്തിട്ടുണ്ട്. നിലവിൽ ധാന്യപ്പൊടികളും മിക്സ്ചറുകളും പലഹാരങ്ങളും അച്ചാറുകളും ഉൾപ്പെടെ വിവിധ ഇനം ഉൽപ്പന്നങ്ങൾ ഇവർ തയ്യാറാക്കുന്നു. കർഷകരിൽ നിന്നും നേരിട്ട് ശേഖരിക്കുന്ന ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത വസ്തുക്കളാക്കിയും വിപണിയിലെത്തിക്കുന്നു. റെഡ് ഫോർട്ടിന്റെ ഫ്രണ്ട് വശത്തായിട്ട് ഗ്യാൻ ഭവൻ എന്നും പറഞ്ഞ് സംവിധാനങ്ങളുണ്ട്, ബിൽഡിങ്ങുകളും സംവിധാനങ്ങളും ഉണ്ട്. അവിടെയാണ് ഈ പരിപാടി നടക്കുന്നതെന്നാണ് നമുക്ക് ലെറ്റർ കിട്ടിയതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അവിടെ ഫുഡ് കോർട്ടുകളും എല്ലാ സംസ്ഥാനത്തിൻ്റെ ഫുഡ് കോർട്ടുകളും ഉണ്ടാവും. അതുപോലെ തന്നെ ഈ പ്രാവശ്യം മാത്രം തിരഞ്ഞെടുക്കപ്പെട്ട 12 ഗ്രൂപ്പുകളുടെ ഉൽപ്പന്നങ്ങൾ, അതിലൊന്ന് കേരളം, ബാക്കിയുള്ളതെല്ലാം ജാർഖണ്ഡ്, ജമ്മു കാശ്മീർ, മഹാരാഷ്ട്ര
അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ്. അപ്പോൾ അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളുടെ ഉൽപ്പന്നങ്ങളോടെ വിറ്റഴിക്കാനുള്ള വിപണി പ്രദർശനവും വിപണനവും ക്രാഫ്റ്റ് ബസാർ എന്നാണ് അറിയപ്പെടുന്നതിന് ഈ മേളയ്ക്ക്. രുചിച്ചേരുവകൾ വിപണിയിലെത്തിക്കുന്നതിനൊപ്പം നിരവധി പേർക്ക് തൊഴിലും നൽകുന്നുണ്ട് ഈ വനിതാ സംരംഭ കൂട്ടായ്മ. ഓണമടക്കമുള്ള ഉത്സവ സീസണുകളിൽ 30-ലധികം പേർക്കാണ് ഈ കൂട്ടായ്മയിലൂടെ തൊഴിൽ ലഭിക്കുന്നത്. ന്യൂസ് 18 ഇടുക്കി. കേരളം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പുകളിൽ ഒന്നാണ് ഹൈറിച്ച് തട്ടിപ്പ് കേസ്. 1600-ലധികം രൂപയുടെ തട്ടിപ്പ് നടന്ന കേസിൽ പോലീസിന് പുറമെ ഇഡിയും പിടിമുറുക്കിയിരിക്കുകയാണ്. ഓൺലൈൻ വ്യാപാര കമ്പനി ഹൈറിച്ചിന്റെ ഉടമയുടെ ഓഫീസിലും വീട്ടിലും ഇഡി റെയ്ഡ് നടത്തി. 100 കോടിയോളം രൂപ ഹവാല വഴി വിദേശത്തേക്ക് കടത്തിയെന്ന കേസിലായിരുന്നു റെയ്ഡ്. റെയ്ഡിന് തൊട്ടുമുൻപാണ് കമ്പനി MD KD പ്രതാപനും ഭാര്യയും കടന്നുകളഞ്ഞതെന്നാണ് വിവരം. തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹൈറിച്ച് കമ്പനി നടത്തിയത് 1630 കോടി രൂപയുടെ തട്ടിപ്പാണെന്ന് നേരത്തെ പോലീസ് റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരുന്നു. ഓൺലൈൻ ഷോപ്പിംഗിന്റെ മറവിൽ മണി ചെയിൻ തട്ടിപ്പാണെന്നാണ് തൃശൂർ കോടതിയിൽ പോലീസ് നൽകിയ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. ഇത് കേരളം കണ്ട ഏറ്റവും വലിയ മണി ചെയിൻ തട്ടിപ്പാകാൻ സാധ്യതയുണ്ടെന്നും ക്രിപ്റ്റോ കറൻസി ഇടപാടടക്കം നടത്തുന്ന അനുബന്ധ സ്ഥാപനങ്ങളും കമ്പനിക്കുണ്ടെന്നും പോലീസ് റിപ്പോർട്ടിലുണ്ടായിരുന്നു. കമ്പനി MD KD പ്രതാപന്റെ ഓഫീസിലും വീട്ടിലുമാണ് ഇഡി റെയ്ഡ് നടത്തിയത്. നിരവധി രേഖകൾ പിടിച്ചെടുത്തെന്നാണ് സൂചന. വീട്ടിലെ ഇഡി റെയ്ഡിന് തൊട്ടുമുൻപ് KD പ്രതാപൻ, ഭാര്യയും കമ്പനി സിഇഒയുമായ ശ്രീന പ്രതാപൻ, ഡ്രൈവർ ശരൺ എന്നിവർ ജീപ്പിൽ കടന്നുകളഞ്ഞു. റെയ്ഡ് വിവരം ഇവർക്ക് ചോർന്നു കിട്ടിയതായാണ് സംശയം. ഇവർക്കായി സംസ്ഥാന വ്യാപകമായി ജാഗ്രതാ നിർദ്ദേശം നൽകാൻ ഇഡി ഉദ്യോഗസ്ഥർ പോലീസിനോട് ആവശ്യപ്പെട്ടു. ഹൈറിച്ച് കമ്പനി 100 കോടി രൂപയോളം ഹവാല ഇടപാട് വഴി വിദേശത്തേക്ക് കടത്തിയെന്ന പരാതിയിലായിരുന്നു ഇഡിയുടെ പരിശോധന. വടക്കാഞ്ചേരി മുൻ MLAയും കോൺഗ്രസ് നേതാവുമായ അനിൽ അക്കരെയാണ് ഇവർക്കെതിരെ പരാതി കൊടുത്തത്. സ്ഥാപനം 126 കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് നടത്തിയതായി നേരത്തെ GST വകുപ്പും കണ്ടെത്തിയിരുന്നു. ന്യൂസ് 18 തൃശൂർ. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 കാരറ്റ് ഗ്രാമിന് 5750 രൂപ, പവന് 46,000 രൂപ. സ്വർണം 18 കാരറ്റ് ഗ്രാമിന് 4780 രൂപ, പവന് 38,240 രൂപ. വെള്ളി ഗ്രാമിന് 77 രൂപ, കിലോയ്ക്ക് 77,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വാർത്തയിൽ നിന്ന് പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ പരിപാടി നിങ്ങൾ